ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വശങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ആഴ്ചകൾ പഠിച്ചുകൊണ്ടിരുന്നത്. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 28 മുതലുള്ള ജലവാക്യങ്ങളുമായി വിശ്വാസത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ആണ് അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്താൽ അവർ പെസഹയും ചോരത്തെളിയും ആചരിച്ചു എന്ന ഒരു പ്രസ്താവനയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. 28-ാമത്തെ വാക്യത്തിൽ ആ കഥയൊക്കെ നമുക്കറിയാം. നാം അതൊക്കെ ധാരാളം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പെസഹാചരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമുക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് പെസഹ. നമ്മുടെ പെസഹ കുഞ്ഞാട് വറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവൻ. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹായും ചോരത്തെളിയുമായി. നമ്മെ സംബന്ധിച്ച് മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചും ഒരിക്കലും കണ്ടോ കേട്ടോ പരിചയമില്ലാത്ത ഒരു കാര്യമാണ് ഈ പെസഹായും ചോരത്തെളിയും എന്ന് പറയുന്നത്. അതൊരു അസാധാരണ സംഭവമായിരുന്നു. ഒരാട്ടിൻകുട്ടിയുടെ കഴുത്ത് അറുത്ത് അതിൻ്റെ ചോര ഒരു പാത്രത്തിലെടുത്ത് കതകിൻ്റെ ഡോർ പോസ്റ്റുകളിലും ലിൻഡലുകളിലും കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും അത് പുരട്ടണം. ഇതാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന അതിൻ്റെ ഒരു ഭാഗം. 3 ഭാഗമാണ് അതിനുള്ളത്. അതിൻ്റെ ഒരു ഭാഗം അതാണ്. ആടിനെ തിരഞ്ഞെടുക്കുക, 4 ദിവസം മുൻപ് തിരഞ്ഞെടുക്കണം, 10-ാം ദിവസം തിരഞ്ഞെടുക്കണം, ഊനമില്ലാത്ത ആടാണെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം 14-ാം തീയതി സന്ധ്യയ്ക്ക് അതിനെ അറക്കണം, അതിൻ്റെ രക്തമെടുക്കണം, ഇങ്ങനെ കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും അത് പുരട്ടണം. അതിനുശേഷം അതിൻ്റെ മാംസം തീയിൽ ചുടണം, റോസ്റ്റ് ചെയ്യണം, തീയിൽ പുഴുങ്ങരുത്, തീയിൽ ചുട്ടിടണം. പിന്നെ അത് കഴിക്കുമ്പോൾ കയ്പ് ചീരയോടുകൂടെ വേണം അത് കഴിക്കാൻ. ആ മാംസത്തിന്റെ ടേസ്റ്റ്, രുചിയൊന്നും സ്വാദൊന്നും നാം അനുഭവിക്കരുത്. നല്ല കയ്പുള്ള കയ്പ് ചീര, ബിറ്റർ ഹെർബ് എന്നാണ്. എന്തായിരിക്കുമോ നമുക്കറിയില്ല. കയ്പുള്ള അനേക ചീര പോലെയുള്ള ചീര പോലെ തോന്നുന്ന ചെടികളുണ്ട്. അതിൻ്റെയൊക്കെ ഇല പുഴുങ്ങി അതോടുകൂടെ ചേർത്ത് വേണം കഴിക്കാൻ. അപ്പോൾ ഒരു അസാധാരണമായിരിക്കുന്ന ഒരു സെലിബ്രേഷനാണ്. അതും അത് നിന്നുകൊണ്ട് വേണം കഴിക്കാൻ, ഇരുന്നുകൊണ്ട് കഴിക്കാൻ പാടില്ല. യാത്രയ്ക്കായിട്ട് ഒരുങ്ങി വേണം, അര കെട്ടി മുറുക്കി കാലിൽ ചെരിപ്പൊക്കെ ഇട്ട് റെഡിയായിട്ട് അങ്ങനെ ഇരിക്കണം. 430 വർഷങ്ങളിൽ മിസ്രൈമിൽ അവർ പ്രവാസികളായി തീർന്നു. അവരുടെ ജീവിതത്തിലെ ഒരു വലിയ അധ്യായം അവിടെ അവസാനിക്കാൻ പോവുകയാണ്. പുതിയ അധ്യായം തുടങ്ങാൻ പോവുകയാണ്. അധ്യായം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇതിലെല്ലാം വിശ്വാസത്തിന്റെ വലിയ വലിയ കാര്യങ്ങളാണ് നമുക്കറിയാം. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് പെസഹ. കൊരിന്ത്യർ ലേഖനത്തിൽ അങ്ങനെയാണ്, നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അതുകൊണ്ട് നാം പെസഹ കൊണ്ടാടണമെന്നാണ്. നാം എങ്ങനെയാ പെസഹ കൊണ്ടാടണമെന്ന് പറഞ്ഞിരിക്കുന്നത്? സത്യവും നീതിയും കൊണ്ട് പെസഹ കൊണ്ടാടും. ജീവിതത്തിൽ രൂപാന്തരം വന്നവരായിട്ട് പെസഹ കൊണ്ടാണ്. രക്തം അവരെ കുടിക്കണ്ട, രക്തം കുടിക്കാൻ പാടില്ല എന്ന് ദൈവം മാംസം കഴിക്കാൻ അവരെ അനുവദിച്ചപ്പോൾ നോഹയുടെ കാലത്ത് വ്യക്തമായിട്ട് പറഞ്ഞു, രക്തം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ ഈ പെസഹ രക്തം അവർ കുടിക്കാൻ അനുവാദമില്ല. എന്നാൽ മാംസം അവർ തിന്നണം. രക്തമില്ലാത്ത മാംസം അവർ തീയിൽ വേവിച്ച് കഴിക്കണം, റോസ്റ്റ് ചെയ്യണം. എന്നാൽ പെസഹ കുഞ്ഞാടായ കർത്താവ് അറുക്കപ്പെട്ടപ്പോൾ നമ്മെ സംബന്ധിച്ച് രക്തവും മാംസവും ഭക്ഷിക്കണം. അങ്ങനെ കർത്താവ് പറഞ്ഞു, എൻ്റെ രക്തം കുടിക്കാതെയും എൻ്റെ മാംസം കഴിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഞാനുമായി യാതൊരു ബന്ധവും. ഒരുപാട് ആളുകൾ കർത്താവിനെ വിട്ടുപോകാൻ കാരണം അങ്ങനെയുള്ള പ്രസ്താവനയാണ്. ഇവൻ രക്തം ഇവൻ കുടിക്കാതിരുന്നു, മാംസം തിന്നത്തില്ല. കഠിന ഉപദേശം എന്ന് പറയും. ഇന്നു മുതൽ പലരും അവനെ അനുഗമിച്ചില്ലെന്നാണ്. എല്ലാ ഞായറാഴ്ചയും നാം ചെയ്യുന്നത് എന്താണ്? കർത്താവിൻ്റെ ശരീരവും രക്തവും നാം പങ്കെടുക്കുകയാണ്, അതിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് മാത്രം പങ്കെടുക്കാനായിട്ട് ഒക്കുകയില്ല, രണ്ടും പങ്കെടുക്കും. അപ്പൊ യഹൂദന്മാർക്ക് ഇല്ലാതിരുന്ന ഒന്ന് നമുക്ക് തന്നു. ഇതെന്റെ ശരീരം എന്ന് കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് പാനപാത്രവും തന്നു. അങ്ങനെ നമുക്കത് രണ്ടുമുണ്ട്. കയ്പചീര നമുക്കില്ല. തിരുവത്താഴത്തിൽ കയ്പചീരയില്ല. അതിലൂടെ വേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാനല്ല നിശ്ചയിക്കുന്ന കർത്താവല്ലേ. കയ്പചീര എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എനിക്കറിയില്ല. നമ്മുടെ ഇടയിൽ കയ്പുള്ള ആഹാരപദാർത്ഥം ഏതാ ഉള്ളത്? ചീരവർഗത്തിൽപ്പെട്ടത് കയ്പുള്ളത്, കാഞ്ഞിരം പോലെ കഴിക്കുന്നത് ഒന്നുമില്ലെന്ന് തോന്നുന്നു. കാണുമായിരിക്കും, നാം ഒന്നും അത് കഴിക്കാറില്ല. ഉണ്ടെങ്കിൽ ഈ കയ്പചീരയുടെ അർത്ഥം എന്താണ് എന്ന് വേദപണ്ഡിതന്മാർക്കിടയിൽ യോജിപ്പില്ല. എന്തുകൊണ്ട് കർത്താവ് കയ്പചീര അവരോട് കഴിക്കാനായിട്ട് പറഞ്ഞു? അതേക്കുറിച്ച് ഒത്തിരി വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ടെങ്കിലും ചിലർ പറയുന്നത് ആ തിന്നുന്നതിന്റെ ആസ്വാദ്യതയല്ല, ആ സെറിമണിയുടെ പ്രാധാന്യമാണ് മനസ്സിലാക്കേണ്ടത്. കാനെ അറക്കുന്നു, രക്തം പുരട്ടുന്നു, റോസ്റ്റ് ചെയ്യുന്നു, കഴിക്കുന്നു, അര കെട്ടുന്നു, ചെരുപ്പിടുന്നു, പുറത്തു പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. ആ ഇറച്ചിയുടെ ആസ്വാദ്യത, നമ്മൾ ചിലപ്പോ വിരുന്നുകൾക്ക് പോയാൽ ആഹാരത്തിന്റെ ആസ്വാദ്യതയെ കുറിച്ച് നാം ഒരുപാട് പറയും. പക്ഷേ വിരുന്നിന്റെ ആസ്വാദ്യത എന്ന് പറഞ്ഞ ആഹാരത്തിന്റെ ടേസ്റ്റ് ആണോ അതോ ആ ചടങ്ങ് തന്നെയാണോ?
നിങ്ങളെ ഒരാൾ കല്യാണ വിരുന്നിന് വിളിച്ചിട്ട് നിങ്ങൾക്ക് ആഹാരം കിട്ടാതെ വന്നെങ്കിൽ നിങ്ങൾ പറയുമോ കല്യാണ വിരുന്നിന് പോയിട്ട് ശരിയായില്ലെന്ന് പറയുമോ? അതോ നിങ്ങൾ പറയുമോ നല്ല കല്യാണ വിരുന്നായിരുന്നു, നല്ല കല്യാണമായിരുന്നു, അല്ലേ, നല്ല സന്തോഷമായിരുന്നു, നല്ല വിവാഹമായിരുന്നു, മണവാളിനും മണവാട്ടിയും ഒക്കെ നന്നായിരുന്നു എല്ലാം? അത് ഞാൻ വിചാരിക്കുന്നു കല്യാണത്തിന് പോകുന്നവർ വിരുന്നിനെ കുറിച്ച് അധികം ചിന്തിക്കില്ല, വിരുന്നിന് പോകുന്നവർ കല്യാണത്തെ കുറിച്ച് അധികം ചിന്തിക്കില്ല. നമ്മുടെ നാട്ടിൽ മിക്കവാറും കല്യാണങ്ങൾക്ക് പോയാല് ഈ ചെറുക്കനും പെണ്ണിനും ഒന്ന് കൈ പോലും കൊടുക്കാൻ കൂട്ടാക്കാത്ത ഒത്തിരി ആളുകളുണ്ട്. അവര് ഇത് ഇടിച്ചു കയറി തിന്നിട്ട് ചാടുന്ന ആളുകളാണ്. എനിക്ക് അവരെ ഓർക്കുമ്പോൾ വലിയ സങ്കടം തോന്നാറുണ്ട്. എന്തിനാ പോയി ഇവര് കല്യാണത്തിന് വന്നത്? ചോറ് വീട്ടിലെത്തിക്കാൻ നിങ്ങൾ വരണമെന്നില്ലെന്ന് പറഞ്ഞാൽ പോരെ? വിവാഹത്തിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വരുന്ന ആളുകളെ, ചെറുമണി, മണവാളന്, മണവാട്ടി, അതൊക്കെ അല്ലേ വിവാഹത്തിന്റെ സന്തോഷം. അപ്പൊ അവരെയൊക്കെ കാണുക, അനുമോദിക്കുക, അവരോടൊന്നൊരു ഫോട്ടോ എടുക്കുക, ഇതൊക്കെ എല്ലാവരും സന്തോഷം എന്ന് പറയുന്നത്. അല്ലാതെ വാതിലെ കൊണ്ട് തുറക്കാൻ വേണ്ടി ഇടിച്ചു കയറി ചെന്ന് പരിവേഷം പിടിച്ച് വാരി തിന്ന് വെച്ച് ചാടിപ്പോകുന്ന പറയുന്നതാണോ കല്യാണത്തിന്റെ? ഒരു പക്ഷേ കർത്താവ് ഈ കൈപ്പീരയോടുകൂടെ ഇത് തിന്നു കഴിഞ്ഞപ്പോ വിരുന്നിന്റെ ആസ്വാദ്യത അങ്ങ് പോയി. പിന്നെ ആ സംഭവത്തിന്റെ ആസ്വാദ്യതയാണ്. സംഭവത്തിന്റെ അതാണോ എനിക്കറിയില്ല. വേറെ ഒരു കമന്റേറ്റർ പറഞ്ഞത് ഈ പാപത്തിന്റെ കയ്പുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മെ ബോധപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മളെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് പോരുമ്പോൾ അത് ഒരു പാപത്തിന്റെ അടിമത്വമാണല്ലോ, അതിൽ നിന്ന് നമ്മളെ വിടുവിച്ചു എന്ന് നമ്മളെ ഓർപ്പിക്കാനാണ് ആ കയ്പുള്ള ചീരയുടെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. ആ ഒരു ബോധമാണ് നമുക്ക് സന്തോഷം തരേണ്ടത്. അതായത് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു, അതാണ് നമ്മെ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ കഴിക്കണമെന്നാണ്. ഏതായാലും ദീർഘമായ ഒരു യാത്രയ്ക്കുള്ള ഒരു ഒരുക്കത്തോടു കൂടിയാണ് മാംസം ഭക്ഷിക്കേണ്ടത്. നിങ്ങളുടെ കാലിൽ ചെരുപ്പിട്ടിരിക്കണം, അരമുറുക്കിയിരിക്കണം, നിങ്ങളുടെ വടി കയ്യിലെടുത്തിരിക്കണം. ഇങ്ങനെ യാത്ര ചെയ്യാൻ, ദീർഘമായ ഒരു യാത്ര ചെയ്യാനുള്ള ഒരുക്കത്തോടു കൂടി നിന്നാണ് കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു വിരുന്നധികം നമ്മൾ ആസ്വദിക്കില്ലെന്ന് തോന്നുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്നതായിരിക്കുന്ന സംഭവത്തിനാണ് നമ്മൾ അടിവരയിട്ട് ചിന്തിക്കാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. 40 വർഷം നീളുന്ന ഒരു പരദേശി മോക്ഷയാത്ര എന്ന് വേണമെങ്കിൽ നമുക്ക് ആ മരുഭൂമിവാസത്തെ പറയാം. ആ യാത്രയ്ക്ക് വേണ്ടി പോവുകയാണ്. സങ്കടകരമായ കാര്യം, ആ യാത്രയിൽ 20 വയസ്സിന് മേളിലുള്ളവരിൽ 6 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നാ പറയുന്നത്. 2 ആളുകളെ പ്രവേശിച്ചുള്ളൂ. അപ്പൊ കണക്കിൻ പ്രകാരം എത്ര പേര് ചത്തു? 5,98,998 പേര് ചത്തു. അയ്യോ, 2 പേര് മാത്രമേ പ്രവേശിച്ചു. ഇതിലെ വാസ്തവത്തിൽ ഈ രക്ഷ എന്ന് പറയുന്നത് എന്റെ സിമ്പിൾ ഏതാണ്? മിസ്രൈമിൽ നിന്നും പോരുന്നതാണോ? പെസഹ കുഞ്ഞാന്റെ രക്തം അവിടെ പുരട്ടുന്നതാണോ? സംഹാരദൂതൻ നമ്മെ വിട്ടുപോകുന്നതാണോ? ചെങ്കടൽ കടന്ന് അക്കരെ കയറുന്നതാണോ? അതോ മരുഭൂമിവാസം മുഴുവനും രക്ഷയുടെ ഭാഗമാണ്, അത് കഴിഞ്ഞ് കനാലിൽ പ്രവേശിക്കുന്നതാണോ? അങ്ങനെ കനാലിൽ പ്രവേശിക്കുന്നതെന്ന് 2 പേര് രക്ഷിക്കപ്പെട്ടുള്ളൂ എന്ന് പറയേണ്ടി വരും. യോശുവയും കാലേബും രക്ഷിക്കപ്പെട്ടുള്ളൂ, അങ്ങനെ പറയാനൊക്കെ. മോശ എവിടെയാ നശിച്ചത്? മോശയും മരുഭൂമിയിൽ പെട്ടുപോയുടെ കൂട്ടത്തിൽപ്പെടുന്നവരല്ല. മോശം, മിരിയാം, അഹരോനെല്ലാം. പക്ഷെ മോശം നമ്മുടെ കർത്താവിനോട് കൂടെ മരുഭൂമിയിൽ വന്ന് നമുക്കറിയാം, നരകത്തിൽ നിന്ന് കയറി വരാൻ സാധ്യതയൊന്നുമില്ലല്ലോ. മോശം ഒരിക്കലും നഷ്ടപ്പെട്ടു പോയവരല്ല. അപ്പൊ ഈ മരുഭൂമിവാസം എന്ന് പറയുന്നത് ഒന്നും അങ്ങനെ രക്ഷയുടെ ഒരു ചിത്രമായിട്ടൊന്നും എടുക്കാനായിട്ട് നമുക്ക് ചില ആളുകളൊക്കെ ചെങ്കടൽ കിടക്കുന്നതിനെ വിശ്വാസത്തിന്റെ ഒരു ചിത്രമായിട്ടും, യോർദാൻ മരണത്തിന്റെ ചിത്രമായിട്ടും, കനാൻ നാടിനെ നമ്മുടെ സ്വർഗത്തിന്റെ ചിത്രമായിട്ടും ഒക്കെ അങ്ങനെ പറയാറുണ്ട്. കനാൻ ഒരിക്കലും സ്വർഗത്തിന്റെ ചിത്രമല്ല. കാരണം കനാനിലെ യുദ്ധമാണ്, കനാലിൽ കൊല്ലും കൊലയുമാണ്, കനാൻ വെട്ടിപ്പിടിക്കേണ്ട ദേശമാണ്. സ്വർഗം എന്ന് പറയുന്നത് അങ്ങനെ വെട്ടിപ്പിടിക്കേണ്ട സ്ഥലമല്ലല്ലോ. അവിടെ ശത്രുസംഹാരം, യുദ്ധമൊന്നും ഇല്ലല്ലോ. സ്വർഗം എന്ന് പറയുന്നത്, സ്വർഗം ദാനമല്ലേ, വെട്ടിപ്പിടിക്കേണ്ട സ്ഥലമല്ല. കനാൻ എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളാണ്. വാഗ്ദത്തങ്ങളെ സ്വായത്തമാക്കുന്നതിന് ചിത്രമാണ്. ക്രിസ്ത്യ ജീവിതത്തിന്റെ വാഗ്ദത്തങ്ങളെ സ്വായത്തമാക്കുന്നതിന് ചിത്രമാണ്. അത് നമ്മൾ യുദ്ധം ചെയ്ത് പിടിക്കണം, ശത്രുവുമായിട്ട് ഏറ്റുമുട്ടണം, നമ്മുടെ ജഡത്തിന്റെ ബലഹീനതകളെ അതിജീവിക്കണം, വിശ്വാസത്താൽ നാം മുന്നേറണം. അതൊക്കെയാണ്. അപ്പോ ഈ പാട്ടുകളൊക്കെ പാട്ടുകാർ എഴുതിയിട്ടുണ്ട്. യോർദാൻ കടന്നു എന്നൊക്കെ പറഞ്ഞ് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. നല്ലതാ, പാടിക്കുമെന്ന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഉപദേശപരമായിട്ടൊന്നും യോജിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും അതല്ല. ചെങ്കടൽ കിടക്കുന്നത് ചിലർ പറയുന്നത് സ്നാനത്തിന്റെ ചിത്രമാണെന്ന്. അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ചെങ്കടലിനെ സ്നാനമായിട്ട് പുതിയ നിയമത്തിലെങ്ങും പറഞ്ഞിട്ടില്ല, ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചിത്രമായിട്ട് ആ കൂടെ പറഞ്ഞ നോഹയുടെ കാലത്ത് ജലപ്രളയമാണ്. ആ പെട്ടകം സ്നാനത്തിനൊരു മുൻകുറി, അതേ പറഞ്ഞുള്ളൂ. അങ്ങനെ വസ്തുക്കളെ സ്നാനത്തിന് മുൻകുറിയായിട്ട് പറഞ്ഞിട്ടുള്ള വേറൊരു വസ്തു പറഞ്ഞിട്ടില്ല. അപ്പൊ നാം അങ്ങനെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വ്യാഖ്യാനത്തിൽ കണ്ടതിനെ എല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ ചിഹ്നമായിട്ടൊക്കെ എടുക്കണമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഏതായാലും ഈ ചെങ്കടൽ കിടക്കുന്നത് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രകടനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്താണ്? അർദ്ധരാത്രിയിൽ സംഹാരദൂതൻ എല്ലാ ഭവനങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. രക്തം കാണുന്ന ഭവനങ്ങളെ മാത്രം പാസ് ഓവർ, അങ്ങനെയാണ് ഈ പാസ് ഓവർ എന്ന് പറയുന്നത്. പെസഹ പാസ് ഓവർ, അടുത്ത വീട്ടിലേക്ക് കടന്നു പോകും. അങ്ങനെ പോകും. മറ്റെല്ലാ വീടുകളിലും
സംഹാരം നടത്തിയിട്ട് അങ്ങനെ പോകും. അർദ്ധരാത്രി ആയപ്പോ ഫറവോന്റെ കൽപ്പന വന്നു, എല്ലാവരും പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു, പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. ഫറവോന്റെ കൊട്ടാരം മുതൽ എല്ലായിടത്തും കരച്ചിലാണ്, കാരണം ആദിയാതന്മാരെ ചത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വേഗം പൊക്കോളാൻ പറഞ്ഞു. അവർ വേഗം തന്നെ പോയി. യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നതായിരിക്കുന്ന ആളുകളാണ് അവർ. വേഗം പോയി. പക്ഷെ വളരെ വേഗം ഫറവോന് മാനസാന്തരം വന്നു. മാനസാന്തരം വന്ന് നല്ല അർത്ഥത്തിലല്ല മാനസാന്തരം, തെറ്റായ മാനസാന്തരം വന്നു. എന്താണ്? ഈ സ്ത്രീജനത്തെ വിട്ടയച്ചത് വലിയ അബദ്ധമായി പോയി. ഇനി ആരാ ഇഷ്ടി ഉണ്ടാക്കുന്നത്? ഇനി ആരാ നമുക്ക് ഇഷ്ടി ഉണ്ടാക്കി തരുന്നത്? ഇനി നമുക്ക് ആരാ കൂലിപ്പണി ചെയ്ത് തരുന്നത്? ഇവന്മാരെ വിട്ടുകഴിഞ്ഞാൽ. അതുകൊണ്ട് പെട്ടെന്ന് രഥങ്ങളെല്ലാം കെട്ടാൻ പറഞ്ഞു. രഥങ്ങളൊക്കെ കെട്ടി, ശക്തമായ പട്ടാളക്കാർ രഥങ്ങൾ കയറി, ഫറവോൻ കൂടെ പോയി. അങ്ങനെ ഇസ്രായേൽ മക്കളെ വളരെ ദൂരമൊന്നും പോയില്ല, കുറെ ദൂരം പോയി, ജംഗലിനടുത്ത് വരെ ചെന്നു. കുതിരകളുടെ കുളമ്പടി കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പുറമോട്ട് നോക്കാൻ തുടങ്ങി. ഭയങ്കരമായ മണല് ഉയരുന്നുണ്ട്, പുക പോലെ. അവർക്ക് മനസ്സിലായി ശത്രുസൈന്യം കൂടെ എത്തിക്കഴിഞ്ഞു. വാസ്തവത്തിൽ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഒരു ശോധനയാണ് അവിടെ. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോ അവരുടെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർ തന്നെയാണോ അല്ലയോ? യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണോ? കാരണം പുറകിലാരാ ഉള്ളത്? സൈന്യമാണ്. മുന്നിലോട്ട് നോക്കിയാൽ ചെങ്കടലാണ്, ഇരു സൈഡിലേക്ക് നോക്കിയാൽ ഒന്നുമില്ലെന്ന് പറയുന്നത്. വലിയ പാറക്കെട്ടുകളൊക്കെയാണെന്നാ പറയുന്നത് ആ പ്രദേശം. എങ്ങോട്ടും പോകാനൊക്കെയില്ല, പുറമോട്ട് ഓടാനൊക്കെയില്ല, മുന്നോട്ട് ഓടാനൊക്കെയില്ല, ഇടത്തോട്ടും വലത്തോട്ടും പോകാനൊക്കെയില്ല. പിന്നെ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കീഴടങ്ങുക എന്നുള്ളതാണ്. ധരിച്ചിരിക്കുന്ന വെള്ളവസ്ത്രം ഊരി കാണിച്ചിട്ട് ഞങ്ങൾ കിടങ്ങിയിരിക്കുന്നു, അടിമകളായി ഇനി ജീവിച്ചുകൊള്ളാം എന്ന് പറയുക മാത്രമേ ഉള്ളൂ. വിശ്വാസത്തിന്റെ ശോധനകളൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് പലപ്പോഴും കേട്ടോ. വലിയ സന്തോഷമായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനമൊക്കെ സാക്ഷിയൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ നമ്മള് വളരെ സന്തോഷമായിട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ ആദ്യത്തെ പരിശോധന വരുന്നത്. ഒളിച്ചൊക്കെയാണ് സ്നാനപ്പെടാൻ പോകുന്നത്. സാരിയും ബ്ലൗസും ഉടുപ്പും പാൻസും ഒക്കെ വേറെ വെച്ച് ഒക്കെയാ കൊണ്ടുപോകുന്നത്. പക്ഷെ തിരിച്ചു ചെന്നപ്പോ എങ്ങനെയോ മണത്തെറിഞ്ഞു സ്നാനപ്പെട്ട ഒരു യുവതി. അങ്ങനെ സ്നാനപ്പെട്ടു എന്ന് അപ്പൻ കണ്ടു. വലിയ എതിർപ്പായിരുന്നു. അപ്പൻ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി, ഇനി ഞാൻ തലവെട്ടി കൊല്ലുമെന്ന്. അവളെ കയറി പിടിച്ചു സത്യമായി. ഉടനെ അമ്മ പറഞ്ഞു, അവള് ഒരബദ്ധം പറ്റിപ്പോയി, ഇനി അവള് സ്നാനപ്പെടുകയില്ലെന്ന് പറഞ്ഞു. മോളെ നീ ഇനി സ്നാനപ്പെടുമെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അപ്പൻ ചോദിച്ചു, വിടുമോടി എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം ശ്രമിച്ചിരിക്കുന്നവർ. അപ്പൊ ചില സമയങ്ങളില് നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ഉത്തരം കിട്ടും. നോക്കി അങ്ങനെയൊക്കെ ഉത്തരം കിട്ടും. ഏതായാലും സ്നാനം ഒന്നേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇനി പെടേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഇവർക്ക് ചെങ്കടലിൽ കടന്ന് അക്കരയ്ക്ക് പോകണം, പക്ഷെ പോകാൻ വയ്യാത്തതായിരിക്കുന്ന ഒരു വലിയ സാഹചര്യമാണ്. ശക്തമായ ശത്രുപട്ടാളം തൊട്ടു പിന്നിൽ, മുന്നിൽ ആഴമേറിയ ചെങ്കടൽ. അക്കരയ്ക്ക് കിടക്കുവാൻ അവർക്ക് യാതൊരു വഴിയുമില്ല. പിന്നെ അവരുടെ കയ്യിൽ ആകെയുള്ളത് വിശ്വാസത്തിന്റെ വഴി മാത്രമേ ഉള്ളൂ. മോശയുടെ കയ്യിൽ ഒരു ചെങ്കോലുണ്ട്. ഈ ചെങ്കോല് കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. നമ്മുടെ ഈ ജീവിതത്തിന്റെ നിർണായകമായ സന്ദർഭങ്ങളിൽ ഈ വിശ്വാസത്തിന്റെ ചെങ്കോല് കയ്യിൽ കാണണം. ഇതില്ലാതെ വന്നാൽ, മോശ ചെങ്കോലെടുക്കാൻ മറന്നുപോയെങ്കിൽ അതിശയത്തിന്റെ കാലം കഴിഞ്ഞില്ലേ? 10 അതിശയങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ന്യായവിധിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ എന്തിനാ ഈ പടി? വലിച്ചെറിഞ്ഞെങ്കിലോ ചില ആൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അവരുടെ വിശ്വാസത്തിന്റെ പടിയെ അവർ വലിച്ചെറിയും. ഇനിയും എന്താ? സന്തോഷമായില്ലേ? നീങ്ങിപ്പോയി എൻ പാപഭാരമെല്ലാം നീങ്ങിപ്പോയി. ഇനിയിപ്പോ എന്താ? ഇനി എന്നെ യേശു ക്രിസ്തുവാ, ഇനി എന്റെ രക്തമാ, അല്ലേ? ഇനിയും അങ്ങോട്ട് സന്തോഷിക്കുക എന്നുള്ളതാ. അങ്ങനെയൊക്കെ ഇല്ല. വിശ്വാസത്തിന്റെ പടിയുമായിട്ട് തന്നെ പോകണം. മോശ പോലും അപ്സെറ്റ് ആയിപ്പോയി. ദൈവം മോശയോട് പറഞ്ഞു, നോക്കി നിൽക്കണ്ടെന്ന് പറഞ്ഞു, വിശ്വാസത്തിന്റെ പടിയെടുക്കാൻ പറഞ്ഞു, ചെങ്കടൽ വരെ നീട്ടാൻ പറഞ്ഞു. മോശ ആ പടി കൊണ്ട് ഒരുപാട് അതിശയങ്ങൾ ചെയ്ത ആളാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മോശയ്ക്ക് ആ പടി ചെങ്കടലിലേക്ക് നീട്ടാൻ വലിയ പ്രയാസം വന്ന് കാണുകയില്ല. പക്ഷെ ഈ പടി ചെങ്കടലിലേക്ക് നീട്ടിയാൽ ചെങ്കടൽ രണ്ടായിട്ട് ഭാഗിച്ച് ഞങ്ങൾക്ക് അക്കരെ കടക്കാമെന്ന് ദൈവജനത്തിന് വിശ്വാസം ഉണ്ടായോ എന്നുള്ള ചോദ്യമാണ്. അതൊരു വലിയ ചോദ്യമാണ്. അപ്പൊ ഏതായാലും 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കരയിൽ എന്ന പോലെ അവർ ചെങ്കടലിൽ വഴിവെട്ടി എന്നാണ്. അവർ വഴിവെട്ടി. അതൊരു വലിയ പ്രസ്താവനയാണ്. ചെങ്കടലിൽ നമ്മുടെ കരയിൽ റോഡ് വെട്ടുന്നത് പോലെ ദൈവം ഒരു വഴി അങ്ങനെ വെട്ടി അവർ അക്കരെ കടന്നു. കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി നടന്നു. അപ്പൊ ചെങ്കടൽ തുറന്നു കിട്ടിയത് കൊണ്ട് അപകടം ഒട്ടും കുറയുന്നില്ല. കാരണം ചെങ്കടൽ തുറന്നു കിട്ടിയ റോഡിലൂടെ ശത്രുവിന്റെ രഥങ്ങളും തൊട്ടു പുറകെ ഉണ്ട്. അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി, വെള്ളമില്ല, അവരെ ഇതിലേക്ക് ഇറങ്ങി, രഥങ്ങൾ ഇറങ്ങി, അവർ സ്പീഡ് കൂട്ടി നടന്നു. രഥങ്ങളും തൊട്ടു പുറകെ ഉണ്ട്. ഒരു 10, 100, 200, 500 അടിയോ അല്ലെ 500 മീറ്ററോ അല്ലെ 1 കിലോമീറ്ററോ വല്ലതും വ്യത്യാസം കണ്ടേക്കുമായിരിക്കും. ഇത്രേ ഉള്ളൂ. രഥങ്ങൾ ഇവരെത്ര സ്പീഡ് നടന്നാലും രഥങ്ങൾ ഓടി വരുന്നത്രയും ഒക്കുമില്ലല്ലോ. ഒക്കും. രഥങ്ങളെക്കാൾ സ്പീഡിൽ ഓടിയ ഒരു മനുഷ്യനുണ്ടാരാ? ഏലിയാവ്. ആഹാബിന്റെ രഥത്തിന് മുൻപിൽ അവൻ ഓടിയുന്ന. അങ്ങനെ ഓടിയ മനുഷ്യരൊക്കെ ലോകത്തുണ്ട്. ഒക്കെ വലിയ വിശ്വാസപരന്മാരായ ആളുകളാണ്. അപ്പോ ശത്രുവിന്റെ രഥങ്ങൾ പായുന്നതാണ് അവർ കണ്ടത്. ദൈവം രക്ഷയ്ക്ക് വേണ്ടി 2 കാര്യങ്ങൾ അവിടെ ചെയ്തു. എന്തൊക്കെയാണ്?
ഒന്നാമത് പറയുന്നത് പുറപ്പാട് പുസ്തകം 14:25 പറയുന്നത് ദൈവം രഥങ്ങളുടെ ചക്രം തെറ്റിച്ചു എന്നാണ്. രഥചക്രങ്ങളെ തെറ്റിച്ചു. ഇങ്ങനെ പോകുന്നതായ രഥങ്ങൾ ഇപ്പൊ ഇങ്ങനെ 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 കുറച്ചു കഴിഞ്ഞപ്പോ ഈ രഥത്തിന്റെ ചക്രവും ആ രഥത്തിന്റെ ചക്രവും കൂടെ ഇടിച്ച് ബെൻഹർ കണ്ടുള്ളവർക്ക് അറിയാവുന്നില്ല. അത് രഥചക്രങ്ങള് കണ്ടിട്ടോ നിങ്ങൾ ബെൻഹർ? അപ്പൊ അതിൻ്റെ അകത്ത് അങ്ങനെ രഥചക്രങ്ങള് അങ്ങനെ വഴിതെറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോ അതാണ് ദൈവം ജയിച്ച ഒന്ന്. അപ്പൊ എനിക്കതിൽ രസം തോന്നി. ദൈവത്തിന്റെ ജനത്തെ സംരക്ഷിക്കാനായിട്ട് ശത്രുവിന്റെ രഥചക്രങ്ങളെ തെറ്റിച്ചാൽ മതി. ദൈവജനത്തിന്റെ ഓട്ടത്തിന് സ്പീഡ് കൂട്ടേണ്ട ആവശ്യം. ദൈവജനത്തിന്റെ ഓട്ടത്തിന് സ്പീഡ് കൂട്ടിയാൽ എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടും? ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റണ്ണർ ആരാ? കഴിഞ്ഞ ഒളിമ്പിക്സിൽ 100 മീറ്റർ ജയിച്ചതാരായിരുന്നു? ഏതായാലും ഞാൻ പറഞ്ഞ ആ ഏറ്റവും സ്പീഡായിട്ട് ഓടുന്നതായിരിക്കുന്ന ആള് പോലും ഒരു രഥത്തിന്റെ കൂടെ ഓടിയാൽ തോറ്റു പോകും, കുതിരയുടെ കൂടെ ഓടിയാൽ തോറ്റു. അതുകൊണ്ട് ദൈവജനത്തിന്റെ സ്പീഡ് കൂട്ടുകയല്ല, പിന്നെ ശത്രുവിന്റെ സ്പീഡ് കുറയ്ക്കുകയാണ് ചെയ്തത്. രഥത്തിന്റെ ചക്രം ഇങ്ങനെ നേരെ ഉരുളലിന് പകരം അത് ഇങ്ങനെ 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 പോയപ്പോ കുതിരയ്ക്ക് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ്. വിചാരിച്ച സ്പീഡിൽ പോകാനൊക്കത്തില്ല, അത് തളർന്നുപോയി. ദൈവം പലപ്പോഴും നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ശത്രുവിന്റെ സ്പീഡ് കുറയ്ക്കുകയാണ്, ശത്രുവിന്റെ ശക്തി കുറയ്ക്കുകയാണ്. ദൈവജനത്തിന്റെ ശക്തി കൂട്ടുന്നത്ര കൂട്ടും, അതൊരു വശമാണ്. മറുവശം രണ്ടാമത് ചെയ്ത കാര്യം ദൈവം എന്താണെന്നറിയാമോ? വെള്ളം ദൈവജനത്തിന് രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നെങ്കിൽ ശത്രുവിന് വെള്ളം ശിക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നു. പറയുന്നത് ഏത് വെള്ളത്തിൽ കൂടെ ഇസ്രായേൽ മക്കൾ അക്കരയ്ക്ക് കിടന്നു ആ വെള്ളത്തിൽ കൂടെ ഇവർ പോകാൻ നോക്കിയിട്ട് ആ വെള്ളം അവരെ മുക്കിക്കളഞ്ഞു എന്നാണ്. അത് രസമല്ലേ? ഒരേ വസ്തു ഒരാൾക്ക് രക്ഷയും ഒരാൾക്ക് ശിക്ഷയും. അങ്ങനെയാണ് കർത്താവ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഈ വിശ്വാസത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ്. ദൈവം വിശ്വാസവീരന്മാർക്ക് വേണ്ടി അവരെ രക്ഷിക്കാനായിട്ട് ദൈവം ഒരുക്കുന്നതായിരിക്കുന്ന വഴികൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള വഴികളല്ല. ചില സമയങ്ങളിൽ അത് നമ്മുടെ ശത്രുക്കളുടെ ബലഹീനതകളാണ്. അവരെ ബലഹീനരാക്കി നമ്മളെ ശക്തരാക്കുക. നമ്മളെ ശക്തരാക്കിയിട്ട് അവരെ തോൽപ്പിക്കുക. അവരെ തോൽപ്പിക്കത്തക്ക ശക്തി നമുക്കില്ല, പക്ഷേ അവരെ ബലഹീനരാക്കി നമ്മളെ ശക്തരാക്കി. 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്നതിന് 50 കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ കഴിയുമെങ്കിൽ 60 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്നതായിരിക്കും നമ്മൾ അല്ലേ ഒന്നാമത് ചെല്ലുക. 100 കിലോമീറ്ററിലാണ് ശത്രു ഓടിക്കൊണ്ടിരുന്നത്, അവന്റെ 50 കിലോമീറ്റർ ആക്കി തീർത്തു. നമ്മൾ ഓടിക്കൊണ്ടിരുന്ന 60 കിലോമീറ്റർ. നമ്മൾ 60 തന്നെ പോയി. പക്ഷെ അവൻ എന്ത് ചെയ്തു? പുറമോട്ട്. ദൈവത്തിന്റെ മാർഗങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ രസകരമായ കാര്യമാണ്. 11:29 പറയുന്ന മിസ്രൈമ്യർ അത് ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി എന്നാണ്. നേരെ ചെയ്യുവാൻ ചെങ്കടലിലെ വെള്ളം ഇങ്ങനെ 2 കരയായിട്ട് ഭിത്തി പോലെ നിൽക്കുകയാണ്. അതിനിടയിലൂടെയാണ് ഇസ്രായേൽ മക്കൾ ഇങ്ങനെ പോകുന്നു. ഫറവോന്റെ സൈന്യത്തിൽപ്പെടെ ഇതെന്തൊരു രസമാണ്, കണ്ടില്ല, ഇതെന്തൊരു രസമാണ്. കടലിന്റെ അകത്തൂടെ പോയി അവർ ചെയ്യുവാൻ നോക്കി. പക്ഷെ എന്താണ്? അവരുടെ മേൽ കടൽ ഇങ്ങനെ അടുത്തുകൊണ്ടേയിരുന്നു. തിരിഞ്ഞു ഓടാമെന്ന് വിചാരിച്ചാൽ അവിടെ ഒക്കില്ല. കാരണം അവിടെ വെള്ളം മൂടിക്കഴിഞ്ഞു. അവസാനം ലോകത്തിലെ ഏറ്റവും വലിയ സ്നാന ശുശ്രൂഷ നടന്ന ചെങ്കടലിലാണ്. അത് ന്യായവിധ സ്നാനമായി ഫറവോനെയും സൈന്യത്തെയും അവിടെ മുക്കിക്കളഞ്ഞു. അപ്പോ വിശ്വാസ ജീവിതത്തിന്റെ ഒരു വശമാണ്. കൃപയാൽ രക്ഷപ്പെട്ടു, ഫറവോന്റെ ശക്തിയിൽ നിന്നും കുഞ്ഞാടിന്റെ രക്തത്താൽ നാം രക്ഷപ്പെട്ടു. എന്നാൽ ഫറവോന്റെ സ്ഥലത്ത് നിന്ന്, മിസ്രൈമിൽ നിന്ന് നാം രക്ഷപ്പെടുന്നത് വരെ നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന രക്ഷ കിട്ടിയില്ല. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും, അതായത് മരണത്തിൽ നിന്നും പെസഹ കുഞ്ഞാന്റെ രക്തത്താൽ ആ ഭവനങ്ങളിലെ യഹൂദന്റെ ഭവനങ്ങളിലെ ആദിജാതന്മാരൊക്കെ രക്ഷപ്പെട്ടു. പക്ഷെ അപ്പോഴും അവർ മിസ്രൈമിൽ തന്നെയാണ്, അടിമരാജ്യത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോഴും അവരുടെ ഭരണാധികാരി ഫറവോനാണ്. അപ്പോൾ ഇനി ഫറവോന്റെ ഭരണാധികാരത്തിൽ നിന്നും അതുപോലെ മിസ്രൈം എന്ന് പറഞ്ഞതായിരിക്കുന്ന പ്രവാസ ദേശത്ത് നിന്നും അവരെ എന്ത് ചെയ്യണം? അക്കരെ കടത്തണം. അത് വിശ്വാസ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഒരു ഭാഗമാണ്. കൃപയാലുള്ള രക്ഷയും രക്ഷയോട് ചേർന്ന് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ യാത്രയും. ആ യാത്രയിൽ ഈ ചെങ്കടൽ കിടക്കുന്നത് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പരിശോധനയാണെന്ന് ഞാൻ പറയട്ടെ. ഏറ്റവും വലിയ പരിശോധനയാണ്. ആ പരിശോധനയിൽ നാം രക്ഷപ്പെട്ടെങ്കിൽ പിന്നെ നമുക്ക് രക്ഷപ്പെടുവാനുള്ളതായിരിക്കുന്ന മാർഗം കുറച്ചുകൂടെ ഈസിയാണ്. കാരണം ചെങ്കടൽ കടന്നതിന് ശേഷം പിന്നത്തെ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തീറ്റയുടെയും കുഴിയുടെയും പ്രശ്നമാണ്. എന്ത് തെന്നു എന്ത് കുടിക്കും, വെള്ളം കയ്പാണ്, മഞ്ഞയില്ല. അതാ. അപ്പൊ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞ് ചെങ്കടലാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ശത്രു തൊട്ട് മുൻപിൽ, അവർക്ക് മറികടക്കാൻ കഴിയാത്തതായിരിക്കുന്ന പ്രശ്നം ചെങ്കടൽ തൊട്ട് മുന്നിൽ, ശത്രു പിന്നിൽ, ചെങ്കടൽ തൊട്ട് മുന്നിൽ. എങ്ങനെ ഇതിനെ അതിജീവിക്കും എന്നുള്ളതായിരിക്കുന്ന വലിയ ചോദ്യമാണ്. ആ ചോദ്യം ദൈവം അതിശയകരമായി അവർക്ക് ഉത്തരം കൊടുത്തു. വിശ്വാസത്താൽ അവർ അക്കരെ കടന്നു. 11:30 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വിശ്വാസ ജീവിതത്തിന്റെ അതിപ്രധാനമായ മറ്റൊരു വശത്തെയാണ് കാണിക്കുന്നത്.
ഈ ഭാഗം നമ്മൾ വായിച്ച് ഇബ്രാഹിമിനെ വായിച്ചാൽ ഇത് തുടങ്ങുന്നത് നമുക്കറിയാം. ഹാബേലിനെ കൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ അവിടുന്ന് അബ്രഹാമിലേക്ക്, അബ്രഹാം, ഇസാക്ക്, യാക്കോബിലേക്ക് വരുന്നുണ്ട്. പിന്നെ പിന്നെ ജോസഫിലേക്ക് വരുന്നുണ്ട്. പക്ഷെ മിസ്രൈമിലേക്ക് പോകുന്നുണ്ട്. 70 പേരായിട്ട് ഒരു മിസ്രൈമിൽ പോയി. 430 വർഷം അവിടെ ജീവിച്ചവരെ 6 ലക്ഷത്തിലധികം ആളുകളായി. ഏതാണ്ട് 22 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്ന പറയുന്നത്, കുഞ്ഞുകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൂട്ടുമ്പോൾ. അതൊന്നും കൂട്ടാതാണ് ഈ എണ്ണം എടുത്തത്. അപ്പോൾ അതിലവിടെ 10-20 ലക്ഷം വലിയൊരു ജനമായി തീർന്നു. അവിടെ നിന്ന് ദൈവം അവരെ വീണ്ടും വിടുവിച്ചു. അതാണ് ക്രിസ്ത്യ ജീവിതത്തിന് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ ഇനിയും അവരെ കനാൻ നാട്, അവരെ മിസ്രൈമിൽ നിന്നും അവരെ ചെങ്കടൽ കടന്ന് അവർ മരുഭൂമിയിലേക്ക് വന്നു. ആ മരുഭൂമിയിലെ ജീവിതം ഒരു വല്ലാത്ത ജീവിതമാണ്. അത് കഴിഞ്ഞിട്ട് അവരെ യോർദാന്റെ തീരത്ത് വന്നു. യോശുവയുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് അവരെ യോർദാൻ കടന്ന് ഇക്കരെ കയറി. ഈ യോർദാനെ ഞാൻ പറഞ്ഞ പോലെ അനേകരും മരണമാണ് യോർദാൻ വൻകരയിലും, അങ്ങനെ പാട്ടില്ലേ? ആര് പറഞ്ഞു യോർദാൻ മരണമാണ്? യോർദാൻ മരണമൊന്നുമല്ല. യോർദാൻ എന്ന് പറയുന്നത് നമ്മുടെ അവകാശം, ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള വാഗ്ദത്തങ്ങളെല്ലാം നാം വെട്ടിപ്പിടിച്ചെടുക്കുന്നതാണ്. അതാണ് ശക്തമായ വിജയകരമായ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. കനാനിലെ ജീവിതമാണ്. മരുഭൂമിയിൽ ക്രിസ്ത്യ ജീവിതമൊന്നുമില്ല. ദാനമാണ് എല്ലാം. മന്നാദാനമാണ്, വെള്ളം ദാനമാണ്, എല്ലാം ദാനമാണ്. അവിടെ വിശ്വാസം വേണം. ദൈവം നമുക്ക് ദാനമായി തരുന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാൻ നമുക്ക് വിശ്വാസം വേണം. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത് നാം നേടിയെടുക്കണം, വെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അനുഭവമാക്കാനും നമുക്ക് എന്ത് വേണം? വിശ്വാസം വേണം. ഫറവോന്റെ സൈന്യത്തിന്റെ പിടിയിൽ നിന്നും ചെങ്കടൽ കടന്ന് അക്കരെ നമുക്ക് എന്ത് വേണം? വിശ്വാസം വേണം. ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞ മുഴുവൻ വിശ്വാസത്തിന്റെ ജീവിതമാണ്. ചിലര് മിസ്രൈമിൽ നിന്നും ചെങ്കടൽ കടന്ന് അക്കരെ കയറും. മരുഭൂമിയിൽ അവർ പെട്ടുപോയി. എത്രയോ ആളുകൾ മരുഭൂമിപ്പെട്ടു. ജീവിതമാണ്, മരുഭൂമിയിൽ ജീവിതമാണ്. ദൈവം ദാനമായി തരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വെള്ളം അവർ കിണർ കുഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മന്നയ്ക്ക് അവർ സ്വർഗത്തിലെങ്ങും കയറിപ്പോയി താഴേക്ക് ഒരു മരത്തേലും പിടിച്ച് കുലുക്കി മന്ന താഴെ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. ഇറച്ചി വേണ്ടപ്പോൾ അവരെ ആരും എങ്ങും പോയി കാളകളെയും കന്നുകാലികളെയും കൊള്ളയടിച്ചു കൊണ്ട് നടത്തുന്നതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാടകളെ വന്നിങ്ങ ഈ ഐറ്റ് വന്ന് നിന്ന് കൊടുക്കും, എന്നെ പിടിക്കുക, എന്നെ പിടിക്കുക, എന്നെ പിടിക്കുക, എന്നെ പിടിക്കുന്നു പറഞ്ഞു. ഏറ്റവും കുറച്ച് പറക്കുക 10 പേർ പറക്കുന്നതാണ്. എന്തൊരു രസമായിരിക്കുമല്ലേ? 2 കൈ കൊണ്ട് പിടിച്ച് പുണയ്ക്ക് എത്തിക്കുക. എന്നിട്ട് അവര് പച്ച ഇറച്ചി നിന്നാ പറയുന്നത്. ഇറച്ചി വായിലിരിക്കുമ്പോൾ തന്നെ സംഭാവന തുടങ്ങി. അപ്പൊ അതെല്ലാം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഓരോരോ ഭാഗങ്ങളെ കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചെങ്കടലിൽ യോർദാൻ നദിയിലേക്ക് വരുന്നത്. അത് വേറെ ഒരു ക്രിസ്ത്യ ജീവിതത്തിന്റെ അടുത്ത ഭാഗമാണ്. ദൈവത്തിന്റെ വിലയേറിയ വാഗ്ദത്തങ്ങൾ ശത്രുവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ അവകാശപ്പെട്ട ഭൂമിയാണ്, പക്ഷെ ശത്രുവിന്റെ കയ്യിലാണ്. ആ ശത്രുവിന്റെ കയ്യിൽ നിന്ന് അതിനെ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കും. ശത്രുവിന്റെ തല വെട്ടി നാം അത് കൈക്കലാണ്. അതിന് പോരാട്ടം, വാളെടുത്ത് പോരാടണം. ചെറുതായിട്ടൊക്കില്ല. എരിഹോ മതില് വിശ്വാസത്തിന്റെ നടപ്പുകൊണ്ടാണ് കിട്ടിയത്. എന്നാൽ മറ്റുള്ളതൊന്നും നടന്നല്ല. മറ്റുള്ള യുദ്ധം ചെയ്താണ് കിട്ടിയത്. ദൈവം നമുക്ക് തരുന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം വിശ്വാസത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ യുദ്ധം ചെയ്ത് പോരാടി പിടിക്കണം. ശത്രുവിന്റെ കയ്യിലാ ചിലതൊക്കെ, അവിടെ നമ്മൾ പിടിച്ചെടുക്കണം. ഇവിടെയാണ് ക്രിസ്ത്യ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പരാജയപ്പെടുന്നത്. ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, പക്ഷേ ആ അനുഗ്രഹങ്ങളൊന്നും ആസ്വദിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. എന്താ കഴിയാത്തത്? പുറപ്പാട് പുസ്തകമൊക്കെ അവസാനിച്ച് ലേവ്യ സംഖ്യ ആവർത്തനമൊക്കെ അവസാനിക്കുന്ന കഴിയുമ്പോൾ സംഖ്യാപുസ്തകം കൂടെ തുടങ്ങുന്ന ആവർത്തന യോശുവ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇസ്രായേൽ മക്കൾ ഒരുപാട് സ്ഥലങ്ങളെ പിടിച്ചടക്കിയില്ല. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചടക്കിയില്ല. യോശുവ പറഞ്ഞു, നിങ്ങൾ എന്താ നിങ്ങളുടെ സ്ഥലം അവകാശപ്പെടാത്തതെന്ന് ചോദിച്ചു. ആളിനെ വിട്ട് ദേശം അളക്കാൻ പറഞ്ഞു. ഞാൻ ചീട്ടിട്ട് വിവാഹിച്ചു തരാമെന്ന് പറഞ്ഞു. അവസാനം വരെയും സംഖ്യാപുസ്തകവും കഴിഞ്ഞ് ന്യായാധിപന്മാരുടെ പുസ്തകവും കഴിഞ്ഞ് ഒക്കെ കഴിയുമ്പോഴും പല ഗോത്രങ്ങളെ പറ്റി പറയുന്നത് അവരുടെ അവകാശം അവർക്ക് കൈവശമായി. ഇന്നും അങ്ങനെയാണ്. സഭയിലുള്ള പല വിശ്വാസികളെ പറ്റി നോക്കിയിട്ട് പറയും അവന്റെ അവകാശം അവന് കൈവശം, ആ സഹോദര അവകാശം കൈവശമായി. അലസത കൊണ്ടും അവിശ്വാസം കൊണ്ടും വ്യക്തി ജീവിതത്തിലെ പാപം കൊണ്ടും ഒക്കെ ആക്കാൻ വല്ല ആവശ്യമുണ്ടോ? ആ ദേശം മുഴുവൻ അവർക്ക് വാഗ്ദത്തം ചെയ്താ കൊള്ളയടിച്ച് കൊള്ളയടിച്ചാൽ യുദ്ധത്തിൽ കിട്ടുന്നതെല്ലാം അവർക്കുള്ളതാ. പിന്നെ എന്തിനാ ഇതിനിടെ മോട്ടിക്കാൻ പോയത്? എന്നാലും അങ്ങനെയാ ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ ക്രിസ്ത്യ ജീവിതം സാധിക്കും. അപ്പൊ കനാൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ഒരു ചിഹ്നമല്ല, യോർദാൻ എന്ന് പറയുന്ന മരണത്തിന്റെ ഒരു ചിഹ്നവുമല്ല, അതൊന്നുമല്ല. ദൈവത്തിന്റെ നമുക്ക് നൽകിയിട്ടുള്ളതായിരിക്കുന്ന വിലയേറിയ വാഗ്ദത്തങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സാധ്യതകളുടെ ഖനിയാണ് കനാൻ എന്ന് പറയുന്നത്. ദൈവം നമുക്ക് തന്നിട്ടുള്ള സാധ്യതകളുടെ ഖനിയാണ്. അത് നാം കുഴിച്ചെടുക്കണം. അതിൽ നിന്ന് നാം സ്വായത്തമാക്കണം. യുദ്ധം ചെയ്ത് സ്വായത്തമാക്കണം. കൃപയാൽ കുഞ്ഞാട് രക്തം കൊണ്ട് പിടിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ജനം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നാം സ്വന്തമാക്കണം. വിശ്വാസത്താലാണ് ക്രിസ്ത്യ ജീവിതം അത് വിജയകരമാകുന്നത്. കനാന്റെ സാധ്യതകളെല്ലാം അങ്ങനെയാണ്. അത് പോരാട്ടം കഴിച്ച് നേടണം. അതെ, യോർദാൻ സ്വർഗനാട്ടിലേക്കുള്ള പ്രവേശന കവാടമല്ല, അത് വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം സാധ്യതകളുണ്ട്.
നിങ്ങൾ ചിലരൊക്കെ ആരായിരിക്കേണ്ടതാണ്, എനിക്കറിയില്ല ആരായിരിക്കും. വലിയ വലിയ മിഷണർമാരോ, വലിയ വലിയ സുവിശേഷകന്മാരോ, അപ്പോസ്തലന്മാരോ, പ്രവാചകന്മാരോ, മൂപ്പന്മാരോ, ഡീക്കന്മാരോ, ഇങ്ങനെയൊക്കെ ഓരോരുത്തരൊക്കെ ആയിരിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങളാകുന്നില്ല. എന്താകാത്ത? ദൈവത്തിന് കുഴപ്പം കൊണ്ടാണോ? ദൈവത്തിന് കുഴപ്പം കൊണ്ടൊന്നുമല്ല. ദൈവത്തിന് കുഴപ്പമല്ല. നിങ്ങൾക്കത് സാധിക്കുകയില്ല. കാരണം അവകാശം ദൈവം വാഗ്ദത്തം ചെയ്തതും അവകാശം ചെയ്തതുമാണെങ്കിലും അതിനെ പിടിച്ചെടുക്കണം. അതിനെ പിടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഈസി ലൈഫാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്, അല്ലേ? അതെ. മോശയുടെ നേതൃത്വത്തിലാണ് മിസ്രൈമിൽ നിന്നുള്ള വിടുതൽ. മരുഭൂമിയിലെ 40 വർഷവും മോശയുടെ നേതൃത്വത്തിലാണ്. എന്നാൽ കനാനിലെ ജീവിതം യോശുവയുടെയും ന്യായാധിപന്മാരുടെയും നേതൃത്വത്തിലാണ്. യോശുവ ധീരനായ ഒരു പോരാളിയായിരുന്നു. യോശുവയുടെ നേതൃത്വത്തിൽ നേടിയെടുത്തതായിരിക്കുന്ന, പിടിച്ചെടുത്തതായിരിക്കുന്ന അവകാശങ്ങളെ ന്യായാധിപന്മാരുടെ നേതൃത്വത്തിലാണ് സംരക്ഷിച്ചത്. ഓരോ ന്യായാധിപനെയും ദൈവം എപ്പോഴാണ് എഴുന്നേൽപ്പിച്ചത്? ഇസ്രായേൽ മക്കളുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു ടെട്രാ സൈക്കിളാണ്. 4 സൈക്കിളാണ്. സിൻ, സഫറിങ്, സപ്ലിക്കേഷൻ, സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിൻ പാപം, സഫറിങ് പീഡനം, കഷ്ടത, സപ്ലിക്കേഷൻ പ്രാർത്ഥന, സാൽവേഷൻ. ഇതിങ്ങനെ വീണ്ടും 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 പിന്നെ പാപം ചെയ്യും. അപ്പൊ പിന്നെ ദൈവം അവരെ ആരുടെയെങ്കിലും കൈ കൊടുക്കും, വിദ്യാന്റെ കയ്യിലോ ആരുടെയെങ്കിലും കൈ കൊടുക്കും. അവരവരെ കൊതിരി പീഡിപ്പിക്കും. കുറച്ച് 10-30 വർഷം അടിമയായിരിക്കുമ്പോൾ പിന്നെ അവസാനം കിടന്ന് കരയും, ദൈവമേ ക്ഷമിക്കണമെന്ന് പറയും. അപ്പം ദൈവം ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കും, ഗിദെയോനെയോ അല്ലെ ഇഫ്താഹിനെയോ ആരെയെങ്കിലും എഴുന്നേൽപ്പിക്കും. അവർ കൊണ്ട് രക്ഷിക്കും. പിന്നെ 60 വർഷത്തേക്ക്, 50 വർഷത്തേക്ക്, 80 വർഷത്തേക്ക് ദേശത്തിന് സ്വസ്ഥതയായി. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെയും തുടങ്ങും. പിന്നെ എന്ത് തുടങ്ങും? ക്രിമിനൽ പിന്നെയും തുടങ്ങും. പാവം ചെയ്യാനുള്ളതായിരിക്കുന്നത് പ്രേരണ പിന്നെയും തുടങ്ങും. അപ്പൊ സിൻ, പിന്നെ എന്ത് ചെയ്യും? സഫറിങ്. അത് കഴിഞ്ഞ് പിന്നെയും കിടന്ന് കാര്യം, പിന്നെ ദൈവം രക്ഷകനെ അയച്ചു കൊടുക്കും. അങ്ങനെ ആവർത്തിച്ച് ഈ ടെട്രാ സൈക്കിളിൽ ഇസ്രയേലിന്റെ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ അത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയാണ്. രക്ഷിക്കപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? കുറച്ച് കഴിയുമ്പോൾ കുറേശ്ശെ പാവം ചെയ്യും. അത് വിവാഹത്തോടുള്ള ബന്ധത്തിലായ, ജോലിയുള്ള ബന്ധത്തിലായ, പഠിത്തത്തോടുള്ള ബന്ധത്തിലായ, വസ്തു വിൽപ്പനയുള്ള ബന്ധത്തിലായ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോട് ബന്ധത്തിൽ നമ്മൾ പാവം ചെയ്യും. പാവം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ശിക്ഷ എല്ലാം കൂടെ കുറേ കാലം കഷ്ടതയാണ്. പിന്നെ 1-2 തലമുറ ഒന്നും ശരിയായില്ല, പിള്ളേർ ശരിയായില്ല, ഒന്നും ശരിയായില്ല, എല്ലാം തല്ലിപ്പൊളിയായിട്ടൊക്കെ അങ്ങനെയൊക്കെ പോയി. അവസാനം പിന്നെ എന്ത് ചെയ്യും? ഒരു അനുതാപവും പറഞ്ഞ് ജോലി ചെയ്യും. ദൈവം കരുണ കാണിച്ച് ദൈവം എന്തെങ്കിലും രക്ഷയൊക്കെ വരുത്തും. കുറച്ചു കാലത്തേക്കൊക്കെ സ്വസ്ഥമായിട്ടൊക്കെ ഇങ്ങനെ പോകും. അത് കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും. പിന്നെയും തല്ലുകൊള്ളിക്കാൻ പോവാന്നൊന്ന് പണ്ടൊരുത്തം പറഞ്ഞ പോലെ പിന്നെയും തല്ലുകൊള്ളിക്കാൻ പോവാന്ന്. ചേട്ടനും അതിനും 2 പേരുണ്ട് വീട്ടിലെ. അപ്പോ ചേട്ടന് ഒരു ഭോഷനാ. എന്താ പറയുന്ന, ഭോഷന്മാർക്ക് എന്തോ പറയുന്നത്, ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരു കൊഞ്ഞാണനാന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാം. നാട്ടിൽ പറയുന്നത് അങ്ങനെ ഭാഷയുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പറ്റും ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിയോട് കാണിച്ചപ്പോഴാ കൊഞ്ഞാണെന്ന് പറയും. അത് ലാസ്റ്റ് വാക്ക്. അതിനെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ചേട്ടനൊരു കൊഞ്ഞാണനാ. അനിയൻ ചെന്ന് മിടുക്കനാ. അപ്പൊ അനിയൻ ആ ജോലിക്കൊക്കെ പോയി വന്ന് അനിയൻ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചു. അനിയന്മാർക്ക് പറഞ്ഞു, ഞാൻ മാർക്കറ്റിൽ പോയിച്ചിട്ട് മീൻ മാറ്റിട്ട് വരാം. പൂച്ച കയറി അല്ലെ പട്ടി കയറി ചോറ് തിന്നാതെ നോക്കിക്കോണമെന്ന്. ചേട്ടനാ നോക്കിക്കോളാം. ചേട്ടൻ അങ്ങനെ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ജനിയും വന്നപ്പോ എന്താണ് പട്ടി ചോറ് തിന്നോണ്ടിരിക്കുക. ചേട്ടനാണെന്നൊന്നും വിചാരിച്ചില്ല. 2-3 വെച്ചു കൊടുത്ത അനിയൻ. അപ്പൊ അന്നത്തെ ഊണും തീറ്റിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് പിറ്റേ ദിവസം അനിയൻ ചോറ് കൊണ്ട് വെച്ച് ചേട്ടനോട് പറഞ്ഞു, ഇന്നലത്തെ പോലെ സംഭവിക്കരുത്, നോക്കിക്കോണമെന്ന് പറഞ്ഞു. ഞാൻ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു പോയി. അതേ പട്ടി തന്നെ ഇങ്ങനെ കയറി വന്ന് കരത്തിന്റെ അടുക്കളേക്ക് പോയപ്പോ ചേട്ടൻ പറയാം, ഇന്ന് എനിക്ക് അടിത്തന്നെയാണെന്നാ തോന്നുന്നേ. എന്നാൽ ഇതിന്റെ പട്ടി ഓടിക്കാൻ ഞാനെന്നെ അവനെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇസ്രായേൽ മക്കളുടെ കാര്യം. ഇന്നും എനിക്ക് അടിതന്നെയാണെന്നാ തോന്നുന്നത്. ഓരോ തലമുറയിലും ഇങ്ങനെ ചില ആളുകളുണ്ട്, വിശ്വാസവീരന്മാരുണ്ട് കേട്ടോ, ഇങ്ങനെയുള്ള സഭയിലുണ്ട്. അവരിങ്ങനെ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാ. 10 പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന മാർഗം, അല്ലെങ്കിൽ 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാർഗം, അതിലൊക്കെ ഉള്ളതായിരിക്കും ചട്ടവട്ടങ്ങൾ ഉപയോഗിച്ചിരിക്കും. അവര് മനസ്സിലാക്കുന്നില്ല ഇത് നാശത്തിന്റെ വഴിയാണ്. ആക്കാൻ മനസ്സിലാക്കിയ നാശത്തിന്റെ വഴിയാണ് ഇല്ല. പിന്നെ നമ്മുടെ ഏലിശയുടെ ശിഷ്യനുണ്ടായിരുന്ന ഗേഹാസി, അവൻ മനസ്സിലാക്കിയ നാശത്തിന്റെ വഴിയാണ്. മനസ്സിലാക്കിയില്ലെങ്കിൽ അവന്റെ തലമുറകളായിട്ട് കുഷ്ഠരോഗം, നയമാന്റെ കുഷ്ഠരോഗം കണ്ടില്ലേ? വലിയ കൃത്യമൊന്നും ചെയ്തില്ല. എന്താണ് ആ മനുഷ്യൻ? നയമാൻ പറഞ്ഞതാ ദയവായിട്ട് വാങ്ങണമെന്ന് കാല് പിടിച്ച് പറഞ്ഞതാ. ഏലിശ പറഞ്ഞു ഞാൻ വാങ്ങില്ലെന്ന് പറഞ്ഞു. അവനവിടെ നിന്ന് പറഞ്ഞു, ഒരു ഭക്തനായ മനുഷ്യൻ ഏലിശ ഇങ്ങനെ കൊണ്ടുള്ള മനുഷ്യൻ, ഞാൻ ഏതായാലും ഇച്ചിരി വാങ്ങാൻ പോകും. പുറകെ പോയി ഇച്ചിരി വാങ്ങി. കേസിയെ ഇങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. നീ എവിടെ പോയിരുന്നു? ഞാനോ? എവിടെ പോകാനാ? നയമാന കുഷ്ഠം നിനക്കെന്തിന്റെ സന്തതിക്കും, തലമുറയായി പോരെ. അങ്ങനെ എത്ര വിശ്വാസികൾ നശിച്ചു പോയിട്ട്. ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ജീവിതമാണ്. ഇടയ്ക്ക് ആ വിശ്വാസം കയറി വന്നാൽ എല്ലാം തകർന്ന് തരിപ്പണമാകും. അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കരുത്. വിശ്വാസ ജീവിതം ശക്തമായിരിക്കുന്ന ഒരു ജീവിതം തന്നെയായിരിക്കും. അപ്പോ ഈ 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 30 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. വളരെ രസകരമായിരിക്കുന്ന വാക്യങ്ങളാണ് അവിടെ. എബ്രായ ലേഖനം എഴുതി ആരായാലും അവർ പറയുന്നതായിരിക്കുന്ന ഒരു പ്രയോഗം എന്നെ വളരെ ഒത്തിരിപ്പേരുടെ പേര് പറഞ്ഞിട്ട് പറയാണ്, മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ.
അത് പറഞ്ഞിരിക്കുന്ന ആളുകൾ ആരൊക്കെയാ? ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെ കുറിച്ച്. ഈ ശിംശോനെയൊക്കെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? ഗിദ്യോനെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? അവനാണ് യേഹോവ ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെല്ലാം പരസംഗമായിട്ട് വന്നു, അവന്റെ കുടുംബത്തിന് ദോഷമായി തീർന്നു, അവന്റെ 70 പുത്രന്മാരെ കല്ലെ വെച്ച് വന്ന സംഭവമൊക്കെ എങ്ങനെ നമുക്ക്. അപ്പൊ അവരെ പറ്റി കാണുന്ന അവരൊക്കെ വളരെ പരാജയപ്പെട്ട ആളുകളായിട്ടാണ്. പക്ഷെ വചനത്തിൽ എവിടെയാ കൂട്ടിയിരിക്കുന്നത്? വിശ്വാസവീരന്മാരുടെ പറ്റി അവരെ കുറിച്ച് പറയാൻ സ്ഥലമില്ലെന്നാ പറയുന്നത്. ദാവീദിനെ പറ്റി വിചാരിക്കുമ്പോൾ നമുക്കറിയില്ലേ, ദാവീദ് വലിയ മനുഷ്യ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെന്ന് പറയുന്നു. പക്ഷെ ദാവീദിനെ പോലെ ആകാൻ ആർക്കാ ആഗ്രഹമുള്ളത്? ഊരിയാവെ കൊന്നിട്ട് ബേത്ശേബയെ തട്ടിയെടുത്തു. അതിനേക്കാൾ വലിയ തിന്മ ലോകത്തിലുണ്ടോ? ഒരു മനുഷ്യനെ കൊന്നിട്ട് അവന്റെ ഭാര്യയെ തട്ടിയെടുക്കുക. ആദ്യം അവളെ ഗർഭിണിയാക്കി, അത് കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് ഭാരം അവന്റെ തലയിൽ വെക്കാനായിട്ട് ശ്രമിച്ചു, ശ്രമിച്ചു, ഒത്തില്ല. എന്നിട്ട് അവന്റെ മരണവാറണ്ട് അവന്റെ കയ്യിൽ തന്നെ എഴുതി ക്യാപ്റ്റന് കൊടുത്തയച്ചു, ഇവനെ വീരന്മാരെ നിൽക്കുന്ന സ്ഥലത്ത് നിർത്തി വെട്ടിക്കൊള്ളിക്കാൻ പറഞ്ഞു. ഇതൊക്കെ ആരാ ചെയ്തത്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരിക്കുന്ന ദാവീദാണ്. എങ്കിലും അവനെ വിശ്വാസവീരന്മാരുടെ കൂട്ടത്തിൽ അവർ ചെയ്തത്. അതെനിക്ക് ചിലപ്പോ എന്റെ ആദ്യകാലത്തൊക്കെ ഞാൻ പറയും, ദൈവത്തോട് എനിക്കൊരു പരാതി ഉണ്ടെന്ന് പറയും. ആ 3-4 പാർട്ടികളെ എന്നെ വിശ്വാസവീരന്മാരുടെ കൂട്ടത്തിൽ പഠിച്ചത് എനിക്ക് അബദ്ധം പറ്റിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ ചിന്തിച്ച കാലമാണ്. പിന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അല്ല, അവരൊക്കെ വിശ്വാസവീരന്മാർ. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട പരാജയങ്ങൾ ഉണ്ടെങ്കിലും അത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പരാജയങ്ങളാണ്, അവരുടെ ശുശ്രൂഷ തലത്തിലെ പരാജയങ്ങളല്ല. ദാവീദ് ഒരു രാജാവ് എന്ന നിലയിൽ എവിടെയെങ്കിലും പരാജയപ്പെട്ടു? ശിംശോൻ ഒരു ന്യായാധിപൻ എന്ന നിലയിൽ ഏതെങ്കിലും യുദ്ധത്തിൽ പരാജയപ്പെട്ടു? ആരെങ്കിലും അവനെ പരാജയപ്പെടുത്തിയവരാ? വ്യക്തിപരമായ ജീവിതത്തിലാണ് പരാജയം. നമ്മുടെ ജീവിതത്തിന് 2 ഭാഗങ്ങളുണ്ട്. പബ്ലിക് പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട്, പൊതുവ്യക്തികൾ എന്ന് പറയില്ലേ, പൊതുവ്യക്തികൾ. അവർക്കൊരു പൊതുജീവിതമുണ്ട്, പബ്ലിക് ജീവിതമുണ്ട്, അവർക്ക് പേഴ്സണൽ ലൈഫുണ്ട്. ദാവീദ് ഒരു അപ്പൻ എന്ന നിലയിൽ മഹാപരാജയമായിരുന്നു. അതിന്റെ അങ്ങനെ ഓരോരുത്തരുടെ കാര്യം നോക്ക്. ശമൂവേൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ന്യായാധിപൻ എന്ന നിലയിൽ ഒരു കൈക്കൂലിയും വാങ്ങാതെ, ഒന്നും വാങ്ങാതെ അപ്പൊ ദൈവ വിശ്വാസവീരന്മാരെന്ന് പറഞ്ഞാൽ അവരെ ദൈവജനത്തെ നടത്തുവാനായി വിളിച്ചവരായിരിക്കുന്ന ആളുകളാണ്. ദൈവത്തിന്റെ ആ ഒരു ശുശ്രൂഷയിൽ അവർ വിശ്വാസവീരന്മാരായി തന്നെ ശോഭിച്ചു. ഒരു വിഷയത്തിലും ഒരു പരാജയപ്പെട്ടു. ഓരോ മനുഷ്യർക്കും ഓരോ ബലഹീനതയുണ്ടെന്ന് പറയുന്നത് അതിന് സിസ്റ്റമിക് വീക്ക്നെസ് എന്നാ പറയുന്നത്. വേദശാസ്ത്രത്തിൽ സിസ്റ്റമിക് വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, കറങ്ങുന്ന എല്ലാ സാധനങ്ങളും തേയ്മാനം വരുമില്ലേ? കറങ്ങുന്ന ഏത് സാധനങ്ങൾക്കും തേയ്മാനം വരും. വണ്ടിയുടെ വീലായാലും എന്തായാലും, ഇനി ഒരു വെള്ളം കോരുന്നതായിരിക്കുന്ന ഒരു കപ്പി ആയാൽ പോലും അത് കറങ്ങുന്നതാണെങ്കിൽ കുറെ കഴിയുമ്പോൾ അതിനെന്ത് ചെയ്യും? തേയ്മാനം വരും. അത് ഒരു പ്രമാണമാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു സിസ്റ്റമിക് വീക്ക്നെസ് ഉണ്ട്. ചില മനുഷ്യരുടെ സിസ്റ്റമിക് വീക്ക്നെസ് സെക്സ് ആണ്, ചില മനുഷ്യരുടെ സിസ്റ്റമിക് വീക്ക്നെസ് പണമാണ്, ചിലരുടെ അധികാരമോഹമാണ്, ചിലരുടേത് അഹങ്കാരമാണ്. ഒരു സിസ്റ്റമിക് വീക്ക്നെസ് ഉണ്ട്. ദാവീദിന്റെ കുടുംബത്തിന്റെ സിസ്റ്റമിക് വീക്ക്നെസ് ആയിരുന്നു സെക്സ്. അതിനെ അതിജീവിക്കാൻ ദാവീദിന് കഴിഞ്ഞില്ല. അത് തലമുറകളായിട്ട് ഇങ്ങനെ എന്തോ ഒരു 1000 പെണ്ണുങ്ങളെയും കൊണ്ടല്ല ജീവിച്ചത്. അത് സിസ്റ്റമിക് വീക്ക്നെസ് ആണ്. ഓരോരുത്തർക്കും അങ്ങനെ ഓരോന്നുണ്ട്. ശിംശോന്റെ സിസ്റ്റമിക് വീക്ക്നെസ് എന്തായിരുന്നു? സെക്സ് അല്ല. ദാറ്റ് വാസ് നോട്ട് ഹിസ്. ശിംശോന്റെ സിസ്റ്റമിക് വീക്ക്നെസ് ദൈവജനത്തെ ലാഘവമായിട്ട് എടുത്തു എന്നുള്ളതാണ്. ദൈവജനത്തെ ഒരിക്കലും ഗൗരവമായി എടുത്തില്ല. ദൈവം പറഞ്ഞാൽ കഴുതയുടെ ദാടിയിൽ ഒന്ന് കുന്നിട്ടുണ്ട്. അവൻ നാശപ്രദക്കാരനാ, സത്യത്തിന്റെ എല്ലുവില്ലെന്ന് പറഞ്ഞ അനുവാദമുണ്ടോ? സിംഹത്തെ കൊന്നു, പിന്നെ അതിന്റെ ഉടലിന്റെ അകത്ത് കൈയിട്ടു, അതിന്റെ അകത്തും തേനെടുത്ത് തിന്നു. അപ്പനോട് പറഞ്ഞില്ല, പറഞ്ഞ വഴക്കുണ്ടാക്കുമെന്നറിയാം. അവൻ ചെയ്യാൻ പാടില്ലാത്തത്. ദൈവത്തിന്റെ ഓരോ കൽപ്പനകളെയും അവൻ ലംഘിച്ചത്. വ്യഭിചാരം ചെയ്തെന്നുള്ള കൽപ്പന, ഇങ്ങനെ ഓരോ കൽപ്പനകളെയും അവൻ ലംഘിച്ചു പോയി. ദൈവജനത്തോട് വളരെ ലാഘവമായിരിക്കുന്ന ഒന്നാണ്. ശൗലിന്റെ സിസ്റ്റമിക് വീക്ക്നെസ് എന്തായിരുന്നു? ദൈവം എന്ത് പറഞ്ഞാലും അതിന് സ്വന്തമായ ഒരു വ്യാഖ്യാനം കൊടുക്കും. ആ വ്യാഖ്യാന പ്രകാരം കാര്യങ്ങൾ പോകും. ഞാൻ വരുന്നവരെ യാഗം കഴിക്കരുതെന്ന് പറഞ്ഞാൽ 7 ദിവസം എന്നാ പറഞ്ഞത്. 7 ദിവസം കഴിഞ്ഞ് ഇനി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും, യാഗം കഴിയും. മിദ്യാന്യരെ മുഴുവനും സംഹരിക്കണമെന്ന് പറഞ്ഞു. സംഹരിക്കുകയൊക്കെ ചെയ്യാൻ നല്ല കാളന്മാരെയൊക്കെ കൊന്നു കളഞ്ഞിട്ട് ചെയ്യാം. ദൈവം തമ്പുരാന് മേധസ് ദയിപ്പിച്ച് മണക്കാൻ വേണ്ടേ? ഏത് കാര്യത്തിലും അവനൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കും. അങ്ങനെയുള്ള വിശ്വാസികളുണ്ട്. ദൈവം എന്ത് കൽപ്പിച്ചാലും അതിന് അവരുടെ വ്യാഖ്യാന പ്രകാരം അതിനെ മനസ്സിലാക്കും. ദൈവം പറഞ്ഞ പോലെ മനസ്സിലാക്കും. ഇങ്ങനെ ഓരോ മനുഷ്യർക്കും ഓരോ സിസ്റ്റമിക് വീക്ക്നെസ് ഉണ്ട്. നിങ്ങളുടെ വീക്ക്നെസ് എന്താ നിങ്ങൾ മനസ്സിലാക്കണം. ചിലർക്ക് പണമാണ്. പണത്തിന്റെ സിസ്റ്റമിക് വീക്ക്നെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പണം കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരവും നിങ്ങൾ സ്വീകരിക്കരുത്, നിഷേധിച്ചേക്കണം. ഇല്ല, ഞാൻ ഡീക്കനും ആവില്ല, ഞാൻ ഇതുമാവില്ല, ട്രഷററും ആവില്ല, ഞാൻ അക്കൗണ്ടന്റും ആവില്ല. കാരണം എൻ്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? പണമാണ്. പണം എൻ്റെ കയ്യെ ഒട്ടിപ്പിടിക്കുന്ന പശയുള്ള ഒരു കയ്യായിരുന്നു. എനിക്ക് ആ ജോലിയെ വേണം. അങ്ങനത്തെ ഏർപാടിലേക്ക് ഞാൻ പോകും. അധികാരമോഹമുള്ളവരുണ്ട്. എവിടെ ചെന്നാലും ഇനി ഏറ്റവും കുറഞ്ഞ സ്ഥാനമാണെങ്കിലും അവിടെ അധികാരം നടത്തും. നിങ്ങളെങ്ങനെ അധികാരം എന്ന് പറഞ്ഞ സിസ്റ്റമിക് വീക്ക്നെസ് ഉള്ള ആളാണ്. നിങ്ങൾ ഒരു സ്ഥാനവും, ഔദ്യോഗിക സ്ഥാനവും, ആ നിലയിൽ അധികാരമുള്ള ഒരു സ്ഥാനവും നിങ്ങൾ വഹിക്കുന്നു, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഈ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽപ്പെട്ട ആളുകൾക്ക് സിസ്റ്റമിക് വീക്ക്നെസ് ഉണ്ട്. ദൈവം പലപ്പോഴും കരുണയുള്ളവരാണ്. ഈ സിസ്റ്റമിക് വീക്ക്നെസ്സിന് ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞാണ് സെയിന്റ് അഗസ്റ്റിന്റെ കാര്യം.
അഗസ്റ്റിൻ മരിക്കുന്നത് വരെയും അഗസ്റ്റിന്റെ മനസ്സിൽ വലിയൊരു ദുഃഖമുണ്ടായിരുന്നു. തന്റെ ബയോഗ്രഫി എഴുതിയതായിരിക്കുന്ന ആള് പറഞ്ഞു, അഗസ്റ്റിന്റെ എഴുത്തുകളെല്ലാം വായിക്കുമ്പോഴേ ഈ ദുഃഖം അവിടെ എല്ലാം പ്രതിഫലിച്ചിട്ടുണ്ട്. അതിന് പറയുന്ന ദുഷ്ടത എന്ന് പറഞ്ഞ ഒന്ന് അഗസ്റ്റിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ദുഷ്ടത. വലിയ മഹാനായ ഒരു മനുഷ്യനാണ്. അഗസ്റ്റിന്റെ സിറ്റി ഓഫ് ഗോഡും മറ്റു പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, എന്തോരു വലിയ പുസ്തകങ്ങളാണ് അഗസ്റ്റിൻ എഴുതിയിട്ടുള്ളത്. അയൽക്കാരന്റെ പീച്ച് മരത്തെ കയറിയിട്ട് അതിന് ചെറിയ കായ എങ്ങനെ പിടിച്ചു വരുന്ന നിറച്ചു കാ കിടക്കുക, അത് കയറിയിട്ട് ഒരു കായില്ലാതെ മുഴുവനും പറിച്ച് കളഞ്ഞിട്ടിറങ്ങി. അഗസ്റ്റിൻ വിചാരം ചെയ്തിട്ടുണ്ട്, വെപ്പാട്ടി വെച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചിട്ടുണ്ട്, ഒക്കെ പുള്ളിക്കാരൻ പറഞ്ഞു അതൊക്കെ എന്റെ ദൈവം എന്നോട് ക്ഷമിച്ചു തന്നു, കാരണം അതെന്റെ ലൈംഗിക ബലഹീനതയിൽ ഞാൻ ചെയ്തു പോയ പാവമാണ്. പക്ഷെ ഇതിനെന്ത് ബലഹീനതയാണ്? അയൽക്കാരന്റെ പീച്ച് മരത്തിൽ അയൽക്കാരന്റെ മാവെ നിൽക്കുന്ന മുഴുവൻ മാങ്ങായും കണ്ണി മാങ്ങായും കയറി പറിച്ച് നശിപ്പിച്ച് കളഞ്ഞ് ചിറങ്ങി പോരുക എന്ന് പറയുന്നത് എന്തിനാ? വിശന്നിട്ടാണോ? ദാഹിച്ചിട്ടാണോ? പണമില്ലാഞ്ഞിട്ടാണ്? അവൻ നിങ്ങൾക്ക് പോലെ ദോഷം ചെയ്തത്. ദുഷ്ടത എന്ന് പറഞ്ഞ ഒന്നുണ്ട്, ദുഷ്ടത. അത് തന്നെ ജീവിതത്തിന്റെ അന്ത്യം വരെ തന്നെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. ആളുകൾക്കൊക്കെ അങ്ങനെയുണ്ട് അല്ലേ? അതേവിടെ പോകുന്ന ഓന്തിനെ എന്തിനാ വെറുതെ എറിഞ്ഞു നോക്കുന്നത്? നിങ്ങളുടെ ദുഷ്ടത കൊണ്ട്. അല്ല എന്തിനാ? ഇറച്ചി തിന്നാനാന്ന് ഒന്ന് തിന്നാനാന്ന് പിന്നെ മനസ്സിലാക്കുക, അതിനാന്നോ? അല്ല, ദുഷ്ടത. അവിടെ ഇരിക്കുന്ന ചെറുക്കൻ്റെ ചെവിയെ പിടിച്ചല്ലെങ്കിൽ അവിടെ ഞോടി അവനെ വേദനിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദുഷ്ടത. കൊച്ചു കുഞ്ഞിനെ കയ്യിലെടുത്ത് ഇപ്പം നിന്നെ പാമ്പിന് കൊടുക്കും, പട്ടിക്ക് കൊടുക്കും, സിംഹത്തിന് കൊടുക്കും. എന്തിനാ? ദുഷ്ടത. ആ കൊച്ചു കരയെന്ന് കണ്ടിട്ട് വേണം അവന് സന്തോഷിക്കുക. അങ്ങനെയൊക്കെയുള്ള ദുഷ്ടന്മാരുണ്ട്. പിള്ളേരെ ഒന്നും തൊട്ടു പോകരുത്. അങ്ങനെയുണ്ട്, ഒരുപാട് പേരുണ്ട്, ഞാൻ കണ്ടുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്നവരായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ പറഞ്ഞ വിശ്വാസ വീരന്മാരെന്ന് പറഞ്ഞവരൊക്കെ പെർഫെക്റ്റ് ആളുകളായിരുന്നില്ല. ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോ എങ്ങനെയാണെന്നറിയാം? ദാവീദിന്റെ ഗ്രാഫ് വരച്ചു, അവിടുന്ന് ഇങ്ങനെ വരച്ചു ഗോലിയാത്തിനെ കൊന്ന സംഭവം എല്ലാം വരച്ചു, ഇങ്ങനെ വരച്ച് ഇങ്ങനെ കുത്തിട്ട് വരച്ചു പോയി. പെട്ടെന്ന് ബേത്ശേബ കഴിഞ്ഞ് താഴോട്ടൊരു താഴോട്ട് കുത്തിട്ട് ഉരിയാവ് അടുത്ത കുത്ത്. പിന്നെ അപ്പൊ ഇങ്ങനെ വരച്ച് താഴെ വരച്ചിട്ട് ഇങ്ങനെ വേണം. ദൈവം വരയ്ക്കും എന്ത് ചെയ്തറിയാം? ഒന്നോ രണ്ടോ താഴെ ഉണ്ടെങ്കിൽ ദൈവം നേരെ അങ്ങ് വരയ്ക്കും. അപ്പൊ ഇത് കാണത്തില്ലേ? ദൈവത്തിന്റെ കരുണയുടെ ഒരു ഭാഗമാകട്ടെ. അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ച് പോയി വേണ്ടാതിനും കാണിക്കരുത്. തെറ്റ് കാണിച്ചേച്ച് നീ ദാവീദിനോട് ക്ഷമിച്ചില്ലേ, പിന്നെ എന്നോട് ക്ഷമിക്കരുതോ എന്ന് ചോദിച്ചാൽ ദാവീദിനോട് ഞാൻ ക്ഷമിച്ചു, പക്ഷെ നീ ദാവീദല്ലല്ലോ. അപ്പൊ വിശ്വാസവീരന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കണം. വിശ്വാസവീരന്മാരെ പറ്റി പറയാൻ സ്ഥലം പോരാ എന്ന് പറഞ്ഞിട്ട്, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഇരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിശ്വാസത്താൽ ചെയ്യുന്ന അത്ഭുത കാര്യങ്ങളല്ലേ? അതിൽ പറഞ്ഞ ഒന്നും സാധാരണ കാര്യമല്ലല്ലോ, ഒന്നും സാധാരണ കാര്യമല്ല. വിശ്വാസത്താൽ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് വീര്യപ്രവൃത്തികളുണ്ട്, അതിശയപ്രവൃത്തികളുണ്ട്. പക്ഷെ അത് കഴിഞ്ഞു നോക്കിയേ, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു, വേറെ പരിഹാസം സഹിച്ചു, ചമ്പട്ടി കൊണ്ട് അടി കൊണ്ടു, ചങ്ങല തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാള അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൾ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ വിളപ്പുകളിലും ഉഴന്നു നടന്നു. ഇതിലേതാ വിശ്വാസത്തിൽ കൂടുതൽ വിശ്വാസം വേണ്ടതിലേതാ? ആദ്യത്തെ അത് രണ്ടാമത്തെ ലിസ്റ്റാണ്. വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും അതിശയകാര്യങ്ങൾ ചെയ്യുന്ന മാത്രമല്ല. വിശ്വാസം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മരിച്ചവരെ ഉയർപ്പിക്കുന്നു, അത്ഭുതരോഗശാന്തി മാത്രമല്ല വിശ്വാസം, അതും വിശ്വാസമാണു, അത് മാത്രമല്ല വിശ്വാസം. പിന്നെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? തുണ കെട്ടിയിട്ട് പൂരം തല്ല്, പുറം മുഴുവൻ അടിച്ചു പൊട്ടിച്ചു, എല്ലാ അസ്ഥിയും ഒടിഞ്ഞു. വിശ്വാസം ഓരോ അടി അടിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം, പ്രൈസ് ലോ പ്രൈസ് ലോ. ഇതാ ഇങ്ങനെ ഒരുത്തനുണ്ടോ? തല്ല് ചതച്ചു, ഒരസ്ഥിയിൽ ഒടിയാത്ത, പ്രൈസ് ലോ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതും വിശ്വാസം. ഇതിലേതാ വലിയ വിശ്വാസം? കാണാനും കേൾക്കാനും പറയാനും ഒക്കെ ആണെങ്കിൽ ആദ്യത്തേതാണ് അല്ലേ? ഒരു മരിച്ചവനെ ഉയർപ്പിച്ചാൽ പേപ്പറിലെല്ലാം വരും. 1000 തല്ല് കിട്ടിയ പേപ്പറിൽ വന്നെങ്കിലായി, വന്നില്ലെങ്കിലായി. വന്നാൽ തന്നെ ആളുകൾ പറയുന്നത് എന്താ? ഭോഷനെ നീ ആയിട്ടല്ലേ അവിടെ നിന്ന് അടി കൊണ്ടത്, അല്ലെ ഞാനായിരുന്നു നിന്റെ സ്ഥാനത്ത്. യേശുവില്ല, യേശു ദൈവമല്ല, പണ്ടാക്കട്ടിയല്ലെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയി. അത് പറയാൻ വിടാമെന്നാ പറയുന്നത്. അത് നമുക്ക് എപ്പോഴും ഉള്ള ഒരു പ്രവണത എന്താണെന്നറിയാമോ? വിശ്വാസം എന്ന് കേൾക്കുമ്പോൾ അതിശയങ്ങൾ ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശ്വാസ വീരന്മാർ അതിശയങ്ങൾ ചെയ്യുന്നവരാണ്. ഞാൻ പറയാം, വിശ്വാസ വീരന്മാർ അതിശയങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അതിശയകരമായി കഷ്ടത സഹിക്കുന്നവരാണ്, നിന്ന സഹിക്കുന്നവരാണ്, പരിഹാസം സഹിക്കുന്നവരാണ്, തല്ലുകൊള്ളുന്നവരാണ്, കല്ലേറ് കൊള്ളുന്നവരാണ്. പൗലോസ് വിശ്വാസ വീരനായിരുന്നു. ഒരു ലേഖനമൊക്കെ വായിച്ചു നോക്കുമ്പോൾ അറിയാം. 9 അധ്യായം 11 അധ്യായമൊക്കെ വായിക്കുമ്പോൾ പൗലോസ് അനുഭവിച്ച കഷ്ടതകളുടെ ലിസ്റ്റ് അവിടേക്ക് തന്നിട്ടുണ്ട്. ഇന്നത്തെ കുറേ അത്ഭുത പ്രവർത്തകരും വിശ്വാസ വീരന്മാരും സ്റ്റേജിൽ വരുന്ന കാണാമല്ലോ. ഞാൻ വിചാരിക്കും അവനെയൊക്കെ പിടിച്ചിറക്കി പുറത്ത് കൊണ്ടുവന്നിട്ട് തെങ്ങെ കെട്ടിയിട്ട് ഒരു 10 പേരും ചെന്നം കൊടുക്കണം. ഇപ്പൊ നിന്റെ വിശ്വാസം എങ്ങനെയുണ്ട്? പ്രൈസിലോട് എവിടെയാ? അവിടെയാണ് നമ്മൾ ശരിയായ വിശ്വാസം കാണിക്കേണ്ടത്, അല്ല ഈ തട്ടിപ്പ് വെട്ടിപ്പിന് വാങ്ങും. ഇവരെല്ലാവരും ഇതൊക്കെ സഹിച്ചെന്നാ പറയുന്നത്. കാടുകളിലും മലകളിലും ഭൂമിയുടെ വിളർപ്പുകളിൽ ഉഴന്ന്
വലഞ്ഞു. എന്നിട്ട് പറയാ, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഈ ലോകം അവർക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു ലോകമേ ആയിരുന്നില്ല. എവിടെ ചെന്നാലും അങ്ങോട്ട് തിരിഞ്ഞാലും കല്ലേറും കല്ലും അടിയും കൊള്ളുന്ന ഒരു മനുഷ്യനെ പറ്റി എന്താ പറയണ്ട, നീ ഈ ലോകത്ത് ജീവിക്കാൻ യോഗ്യനയല്ല. നീ എവിടെയെങ്കിലും വല്ല ഗുഹയിലെങ്ങാനും പോയി അവിടെ ഉപവസിച്ച് കിടന്നും രക്തസാക്ഷി മരണമോ എന്തെങ്കിലും വരിക. ഈ ലോകം നിനക്ക് യോഗ്യം. ഇവരതാ ചെയ്ത. കാടുകളിലെ, മലകളിലെ, ഗുഹകളിലെ, ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു പറഞ്ഞു. ലോകം അവർക്ക് ബോധ്യമായിരുന്നില്ല. പക്ഷെ അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. വിശ്വാസത്താൽ അവർക്ക് സാക്ഷ്യം ലഭിച്ചു. എന്താണ്? അവർ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല, കർത്താവിന് വേണ്ടി അവർ ജീവിച്ചു, സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചു. അവരൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. പക്ഷേ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങൾ ഒന്നുപോലും അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞു. ദൈവം നമ്മോട് പറഞ്ഞ എല്ലാ വാഗ്ദത്തവും നാം ആഗ്രഹിക്കുന്നത് പോലെ ഇനി വന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ വിശ്വാസം ഭയങ്കര വിശ്വാസമായിരിക്കും. ചോദിപ്പിൻ നൽകി തരാം. കർത്താവേ, 600 പവന്റെ ആഭരണം കഴുത്തേ. ഓഹിയാൻ നല്ല ദൈവം അല്ലേ? ഒരു 5 കോടി രൂപ, ഒരു ബെന്റലി കാർ അങ്ങോട്ട് വരും, വലിയൊരു മാളിക വരിക. വിശ്വാസത്തിന്റെ വലിയ പ്രവൃത്തികളാണ്. ഇന്ന് മുതൽ ഞാൻ ആഹാരം കഴിക്കില്ല, പക്ഷെ 3 നേരം എന്റെ വയറ് പായസം കുടിച്ച് തൃപ്തിയായതുപോലെ എമ്പൊക്കെ കൂട്ടി ഞാൻ ഇങ്ങനെ ഇരിക്കണം. എന്തൊരു വിശ്വാസം! എന്നാൽ നൽകി തരാന്ന് പറഞ്ഞു. വിശന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ഉണക്കല പോലും കർത്താവ് തന്നില്ല. അവിടെ കിടന്ന് പട്ടിണി കിടന്ന് എല്ലും തൊലിയായി. അപ്പോഴും കർത്താവേ, നീ വിശ്വസ്തൻ, നീ നല്ലവൻ, നീ വല്ലഭൻ, നീ നീതിമാൻ, നീ മാത്രമേ ഉള്ളൂ എനിക്ക് തുണയായിട്ട് എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. യോബിനെ പോലെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി അതാ വിശ്വാസവും ഭക്തി എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾക്ക് ഈ വിശ്വാസത്തിന്റെ പാതയിലേക്ക് ഇനിയും വരാനുണ്ട് കേട്ടോ. ചില സന്ദർഭങ്ങളില് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക്. പക്ഷെ അവിടെ ഒരു പ്രസ്താവനയുണ്ട്. എന്താണെന്നറിയാമോ? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ദൈവം അവർക്ക് കൊടുത്ത എല്ലാ വാഗ്ദത്തങ്ങളും നിവൃത്തി ആക്കി കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളെ കൂടാതെ അവരെ പൂർത്തീകരണത്തിലേക്ക് പോയി. ദൈവം പറഞ്ഞു, അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കുറെ പിള്ളേരുടെ പുറകെ വരാനുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളോട് നിൽക്കുക. വിശന്നിരിക്കുക. 5-7 മക്കളുള്ള ഒരു വീട്ടില. അതിൽ ഒരുത്തം എവിടെയോ പോയിരിക്കുക. അവൻ വന്ന് അമ്മ ചോറ് വിളമ്പൂ. നമ്മളന്ന് വിശന്നിരിക്കുക. അവൻ വരുമ്പോ കൊടുക്കുക. അല്ല, അങ്ങനെ ഇല്ല. ഇവിടെ എല്ലാരും വന്നേ വിളമ്പൂ. മണി 2 എത്ര മണിയായാലും എല്ലാരും വന്നേ വിളമ്പും. ദൈവം പറയുന്നത് അതാണ്. ചോറ് ഇവിടെ വെച്ചിട്ടുണ്ട്, നിനക്കുള്ള ചോറും കറി എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. നീ ശാന്തമായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അവൻ പെട്ടെന്ന് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മെ കൂടാവുന്നില്ലയോ? ദൈവം അവരോട് പറയുന്നത്, ഈ രക്ഷിക്കപ്പെടാനുള്ള ആളുകളെല്ലാം കർത്താവെ പെട്ടെന്ന് രക്ഷിക്കപ്പെടണമെന്ന് നീ പ്രാർത്ഥിക്കുക. അപ്പോ ഈ വാഗ്ദത്ത നിവൃത്തി എല്ലാം നിനക്കും ഉണ്ടാകും. നമ്മളിങ്ങനെ പാട്ടുമൊക്കെ പാടി ഇങ്ങനെ കർത്താവിന്റെ വരവിനെ പറ്റി വലിയ പാട്ടുമൊക്കെ പാടി ഇരിക്കുകയാണ് അല്ലേ? വരീകനാഥ വേഗം ഞങ്ങളെ ചേർത്ത് പാട്ടൊക്കെ പാടില്ല, ഭയങ്കര പാട്ടൊക്കെ പാടുക. ദൈവം പറ, നിക്ക് വിശ്വാസികളുടെ പൂർണ്ണസംഖ്യ ചേരും, ജാതികളുടെ പൂർണ്ണസംഖ്യ ചെയ്യുമ്പോഴും ഇനിയും ഇന്ത്യ രക്ഷിക്കപ്പെടാൻ ഒത്തിരി ജാതികളുണ്ട്. നിങ്ങൾ പാട്ടും പാടിക്കൊണ്ടിരുന്നു ഇറങ്ങിപ്പോയി സുവിശേഷം പറയുക. കർത്താവിന് വരവിന് വേണ്ടി കാത്തിരിക്കാന്ന് പറഞ്ഞിരിക്കാതെ ഈ സുവിശേഷം എല്ലാവർക്കും പ്രസംഗിക്കപ്പെടുമ്പോൾ നിങ്ങൾ പ്രിയക്കാരനാണ്. കർത്താവിന്റെ വരവുണ്ടാകും, സുവിശേഷത്തിന്റെ പ്രവർത്തനം ചെയ്യണം. ദൈവം വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ പാട്ടുമൊക്കെ പാടിക്കൊണ്ടിരുന്നുണ്ടെന്ന് കർത്താവ് ഇറങ്ങി വരികയൊന്നുമില്ല. ജാതികൾ സുവിശേഷം കേൾക്കാൻ എത്ര മിനിറ്റ് വേണം? 5 മിനിറ്റ് കൊണ്ട് കർത്താവിന് കേൾപ്പിക്കാം ഇല്ലേ? ലോകത്തുള്ള സകല ജാതികളെ സുവിശേഷം കേൾപ്പിക്കാൻ കർത്താവിന് എത്ര മിനിറ്റ് വേണം? 5 മിനിറ്റ് വേണം. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി നാളെ രാവിലത്തെ ലോകത്തുള്ള എല്ലാ പേപ്പറുകളിലും മുഖ്യ ന്യൂസ് എന്ന് പറഞ്ഞാൽ സുവിശേഷം പോയിട്ട് മതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യാം. അപ്പൊ ഇവിടെ അതുകൊണ്ട് പറയുന്നത്, നമ്മെ കൂടാതെ അവര് ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും പ്രാപിച്ച് പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ ദൈവം അനുവദിച്ചില്ല. നമ്മളും കൂടെ ചെല്ലും. ദൈവം നമ്മോട് എത്ര കരുണ കാണിച്ചെന്നാ ഞാൻ അതേക്കുറിച്ച് പറയുന്നത്. ഈ വലിയ വിശ്വാസ വീരന്മാര് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മെ കൂടാതെ വാഗ്ദത്ത നിവർത്തി അവർ പ്രാപിക്കണ്ട എന്ന് ദൈവം തീരുമാനിച്ചു. അതുകൊണ്ട് നമ്മോട് ഉള്ള ദൈവത്തിന്റെ മഹാകരുണനിമിത്തമാണ് ദൈവം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ എബ്രായ ലേഖനത്തിന്റെ പഠനം നമ്മുടെ ഇവിടെ നിർത്തുകയാണ്. ഞാൻ അങ്ങ് ഓടിച്ചു നിർത്തിയതാണ്. അപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? വിശ്വാസ ജീവിതത്തെ കുറിച്ച് നമ്മൾ എന്ത് പഠിച്ചു? വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര തമാശയാണല്ലേ? ആണോ? പിന്നെ അതിനൊക്കെ തമാശകൾ എന്താ? വിശ്വാസ ജീവിതത്തെയൊക്കെ തമാശകൾ എന്താ? ദൈവം നമ്മളെ കൂടെ ചേർന്ന് ജീവിക്കുന്ന ജീവിതമല്ല വിശ്വാസ ജീവിതം. ദൈവം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്വർത്ഥമാക്കി തീർക്കുന്നതല്ല വിശ്വാസ ജീവിതം. എന്നാൽ തമാശയാണോ? തമാശയല്ല. അവസാനം വായിച്ച ഭേദങ്ങൾ: ഭേദ്യം ഏൽക്കുക, കല്ലേറ് കൊള്ളുക, നഗ്നത, പട്ടിണി, പരിഹാസം, പീഡനം എല്ലാം ഇതിന്റെ ഭാഗമാണ്. വിശ്വാസ ജീവിതത്തിന് 2 ഭാഗമുണ്ട്. കഥാപ്രസംഗങ്ങള്, നിങ്ങൾ നല്ല കഥാപ്രസംഗങ്ങളെ കണ്ടാൽ ഈ നവരസം എന്ന് പറഞ്ഞൊരു കാര്യമാണ്. നവരസം കഥാപ്രസംഗം കണ്ടുണ്ടോ? ഇല്ല. അവരുടെ ഈ ഒരു ഭാഗം ചിരിക്കുമ്പോൾ ഈ ഒരു ഭാഗം രൗദ്രഭാഗമായിരിക്കും. ഇവിടെ ഹാസ്യഭാഗമാകുമ്പോൾ ഇവിടെ രൗദ്രഭാഗമാകും. വിശ്വാസ ജീവിതം അവിടെയാണ്
ഒരു ഭാഗത്ത് രൗദ്രവും ഒരു ഭാഗത്ത് ഹാസ്യവും ഒരേ സമയത്ത് രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് വിശ്വാസികൾ. നമുക്ക് നോക്കുകയില്ല, രൗദ്രഭാവം വരുമ്പോൾ രൗദ്രഭാവം മാത്രം, ഹാസ്യം വരുമ്പോൾ ഹാസ്യം മാത്രം. വിശ്വാസ ജീവിതത്തിൽ സങ്കടവും ദുഃഖവും സമാധാനവും സമൃദ്ധിയും പട്ടിണിയും ദാഹവും പീഡനവും എല്ലാം. അതേസമയം ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും അതിന്റെ പൂർണ്ണതയിൽ നാം അവകാശപ്പെട്ട് അനുഭവിക്കുന്നതാണ് ക്രിസ്തു ജീവിതം. അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എടുത്തു മാറ്റുന്നതാണ് ക്രിസ്തു ജീവിതം. ചിലപ്പോൾ അങ്ങനെയാണ്, എല്ലാ വിളമ്പി മുന്നിൽ വെക്കും, നമ്മൾ കൈയിട്ട് ഉണ്ണാൻ തുടങ്ങുമ്പോൾ ഇല അങ്ങ് വലിച്ചെടുക്കും. അതെന്താ കർത്താവ് അങ്ങനെ ചെയ്തത്? അവരോട് വന്ന് നീ തന്നെ ഇപ്പോൾ കഴിക്കണ്ട, അവരുടെ വരട്ടെ, ഇപ്പൊ നിനക്ക് വേറെ അല്ല തരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നേറാം.